അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാരോട് ഒരുമിച്ച് എനിക്ക് ദൈവത്തെ വാഴ്ത്തുവാൻ, ദൈവം തന്ന വലിയ പദവിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്ന് പകൽക്കാലം ഇങ്ങനെ ആയിരിക്കാൻ, നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ എന്നെ ക്ഷണിച്ചതായ എൻ്റെ പ്രിയ സിസ്റ്റർ ജിസി സിസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ മുൻപൊരു പ്രാവശ്യം വന്ന് ഞങ്ങൾ തമ്മിലുള്ള പരിചയത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ചില വർഷങ്ങൾക്ക് മുൻപ് ദൈവകൃപയാൽ ഞങ്ങൾക്ക് കൃപയാൽ പരിചയപ്പെടാനുള്ള അവസരങ്ങളെ ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ ഇന്ന് വരെയും പ്രാർത്ഥനാത്മാവിൽ എപ്പോഴും വിളിക്കുന്നതോ പറയുന്നതൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥനാത്മാവിൽ ഹല്ലേലൂയ മുൻപോട്ട് പോകാൻ ഇതുവരെയും ദൈവം കൃപ ചെയ്യുന്നു. കർത്താവിന്റെ ദാസ്യം കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചെടുക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ ആലോചന, കർത്താവ് വാക്ക് പറഞ്ഞാൽ കർത്താവ് വാക്ക് മാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. പല പ്രവാചകന്മാരും ദൈവത്തിന്റെ വചനത്തിലുണ്ടെങ്കിലും യിരെമ്യാ പ്രവാചകൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം താൻ പറഞ്ഞത് തന്റെ കാലത്ത് തന്നെ കണ്ട ഒരു പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. എന്നതുപോലെ കർത്താവിന്റെ ദാസ്യക്കുറിച്ചുള്ള ദൈവിക ദൂതുകളൊക്കെ ഹല്ലേലൂയ പറയാൻ മാത്രമല്ല അതൊക്കെ കണ്ടനുഭവിപ്പാൻ എഴുതാൻ അടിയന്തരുന്ന വലിയ കൃപയോർച്ച് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവത്തിനായ സ്തോത്രം. ഇന്ന് പകൽക്കാലം കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. നാം ഒരുമിച്ച് ശുശ്രൂഷിക്കുകയാണ്. പ്രൈസ് നാം ഒറ്റയ്ക്കല്ല, നമ്മളിപ്പോൾ 26 പേരുണ്ട്. നാം ഒരുമിച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശുശ്രൂഷിക്കാൻ ഞാൻ കടന്നു വന്ന സമയം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഹല്ലേലൂയ മുഖപുരകളും ഇല്ലാതെ നേരെ ദൈവജനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ തന്നെ എനിക്ക് 1 മണി വരെയാണ് സമയം എന്നാണ് എന്റെ വിശ്വാസം. കറക്റ്റ് അല്ലേ? 1 മണി വരെ. കറക്റ്റ്. താങ്ക് യു. കാരണം ഇവിടെ എനിക്ക് ഇഷ്ടം പോലെ സമയം തരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പലപ്പോഴും മീറ്റിങ്ങിൽ വരുമ്പോൾ സമയത്താണ് ഏറ്റവും അധികം ഭയപ്പെടുന്നത്. ഇപ്പം ഭയപ്പെടാതെ ക്ലോക്കെ നോക്കാതെ മുൻപോട്ട് പോകാൻ അവസരം തന്നിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വചനം വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾ ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, വിശ്വസ്ത കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കുഞ്ഞുങ്ങളുടെ ദൈവമേ, രഹബോത്ത് മിനിസ്ട്രീസ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസിയും കുടുംബമായി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസിയുടെ ഒപ്പം ദൈവമേ, ഇന്ന് പകൽക്കാലം മീറ്റിംഗിൽ ദൈവമേ ജോയിൻ ചെയ്തിരിക്കുന്നതായ കർത്താവ് എല്ലാ ഡിവൈസിലുള്ള പ്രിയപ്പെട്ടവരെയും പേരുവരായ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെ 2-ാം ദിനം പകൽക്കാലം ഞങ്ങളായിരിക്കുന്നു. കഴിഞ്ഞ ഒരു പകലും രാത്രി ഞങ്ങൾ ഹൃദയമായി സംസാരിച്ച് ഇടപെട്ട കർത്താവെ, അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഈ 2-ാം പകൽ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളോട് ഇടപെടുന്ന ദൈവമാകിയാൽ സ്തോത്രം. അത് ഞങ്ങളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദയമായി സംസാരിക്കുന്ന ആ ദൈവത്തിന്റെ ശബ്ദത്തിനെ പകൽക്കാലം ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, മാനുഷികമായ ഒരു വാക്കും ഇന്ന് പകൽക്കാലം ഇവിടെ ഉരുവിടുവാൻ ഇടവരാതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചനകളും മാത്രം കർത്താവ് മാനുഷിക ശബ്ദം ഞങ്ങളെ ക്ഷീണിപ്പിക്കും, ഞങ്ങളെ തളർത്തും, ഞങ്ങളെ ഭയപ്പെടുത്തും. എന്നാൽ കർത്താവെ, ദൈവത്തിന്റെ ശബ്ദം ഞങ്ങളെ ബലപ്പെടുത്തുന്നു, ഞങ്ങളെ ശക്തിയിരിക്കുന്നതുമാകിയാൽ ഇന്ന് പകൽക്കാലം ദൈവമേ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, അധികാരപ്പെടുത്തുന്ന, ദൈവകൃപയെ വഴി നടത്തുന്ന, നിത്യജീവന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ശബ്ദമായി തീരണനായി ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന. നിങ്ങൾ ആരുടെയും കുറവുകൾ ഇന്ന് പകൽക്കാലത്തെ ഒരു തരത്തിലുള്ള വിടുതലുകൾക്കും തടസ്സമാവാൻ ഇടവരുതേ. ദൈവത്തിനാമ ഓരോ വ്യക്തികളോട് ഇന്ന് പകൽക്കാലം സംസാരിക്കണമേ. ആ സംസാരിക്കേണ്ട വിധത്തിൽ ദൈവത്തിനാമ ശക്തമായും വ്യക്തമായും താവേ ഇടപെടുമാറാകണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം. വചനം അങ്ങയുടേതാണ് കർത്താവെ. വചനം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായതാണ്, ആർക്കും ഒരിക്കലും മാറ്റുവാൻ കഴിയാത്തപ്പോൾ ആ ലക്ഷ്യങ്ങളെ എന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നതായ ഈ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ നിന്നും കർത്താവ് മാറ്റമില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണമേ. അനേക മാറ്റങ്ങൾക്കും രൂപാന്തരങ്ങൾക്കും കാരണമാകണം. ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ അതിന് ശേഷം ദൈവമേ ഇത് കഥാമാധ്യമങ്ങളിലൂടെ കേൾക്കുന്നവരുടെ ജീവിതം ദൈവമേ ഒരു വലിയ വിടുതലിന് കാരണമായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യണം. സ്വർഗം അങ്ങനെ ചെയ്തതിനായി നന്ദി. മഹത്വം അങ്ങേക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധാനമായിരിക്കണം. ഹല്ലേലൂയ. മിനിസ്ട്രി ഓർത്ത് ദൈവത്തെ പിന്നെ സ്തുതി. ഇതിന്റെ പേര് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പേരാണ് രഹബോത്ത്. എന്റെ ജീവിതത്തിൽ ഒത്തിരി എന്റെ അപ്ത ഒരു വാക്യമാണ് രഹബോത്ത് എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും അടയ്ക്കുമെങ്കിലും ഹല്ലേലൂയ അടയ്ക്കാതെ തുറന്നതിന്റെ പേരാണ് രഹബോത്ത് എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് അടയ്ക്കാൻ കഴിയും, പക്ഷെ 1-2 ഒക്കെ അടയ്ക്കും. പക്ഷെ ദൈവം തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ ദൈവത്തിലായിരിക്കുന്ന പകൽക്കാലത്തെ ചിന്ത
ദൈവം എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്തയുണ്ട്. ആ ചിന്തയുമായിട്ട് ദൈവത്തിനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ ചിന്തയ്ക്ക് ഹല്ലേലൂയ ഇന്നത്തെ ദൈവത്തിന്റെ ഒരു ടൈറ്റിൽ കൊടുത്താൽ ഹല്ലേലൂയ വിടുതലുകളും ജ്ഞാപകങ്ങളും എന്നാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വിടുതലുകളും ജ്ഞാപകങ്ങളും, അതായത് ഡെലിവറൻസും റിമംബറൻസും. പ്രൈസ് ലോർഡ്. വിടുതലുകൾ മാത്രമല്ല, ആ വിടുതലുകൾക്ക് ശേഷമുള്ള ചില റിമംബറൻസുകൾ ഹല്ലേലൂയ ജ്ഞാപകമായി തീർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. എത്ര പേര് വിശ്വസിക്കുന്നു എന്റെ ഈ ഉപവാസം ഹല്ലേലൂയ കേവലം വിടുതലുകൾ മാത്രമല്ല, ഇതിനപ്പുറമായി ഒരു ജ്ഞാപകമായി മാറുന്ന ഒരു ഉപവാസം എന്ന് എത്ര പേര് വിശ്വസിക്കുന്നവർ ആമേൻ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ല ശുശ്രൂഷ, നമ്മൾ ഒരുമിച്ചാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിന്റെ സന്നിധിയിലാണ്. നിങ്ങൾ ആരും എന്റെ മുൻപിലല്ല ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആരുമല്ല, ഒന്നുമല്ല. പ്രൈസ് ലോർഡ്. പ്രത്യേകിച്ച് എന്റെ ശബ്ദത്തെ ഓർത്തും പ്രാർത്ഥിക്കണം. കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ബുധനൊക്കെ കണ്ടിന്യൂസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് ശേഷം അനേകം പ്രാർത്ഥനാ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ശബ്ദത്തിന് അല്പം പ്രയാസമുണ്ടെങ്കിലും വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കണമേ. ദൈവത്തിന് ആത്മാവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണം. പ്രിയ അജി സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ മാനുഷികമായ ഒരു വാക്കുകളുമല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ പ്രസംഗം മെസ്സേജ് ഒക്കെ തയ്യാറാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് ഇന്ന് പകർക്ക് നമുക്ക് കേൾക്കേണ്ടത്. പ്രൈസ് ദൈവാത്മാവ് തന്നിട്ട് തന്നെയാണ് ഞാൻ ഞങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഞാൻ ഏകദേശം 11 മണിയായിട്ടാണ് ഇത് ജോയിൻ ചെയ്തത്. കാരണം 10:30 വരെ ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് 2 മെസ്സേജ് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഒരേപോലെ നിന്ന് ഇങ്ങനെ പോരാടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ ആമേൻ 10:30 എപ്പോഴാണ് ഏത് മെസ്സേജ് ഒരു കൺഫർമേഷൻ എനിക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് ഞാൻ 11 മണിക്ക് ജോയിൻ ചെയ്തത്. അല്ലെങ്കിൽ എല്ലാ മീറ്റിംഗിന് സ്റ്റാർട്ടിങ്ങിന് ഞാൻ ജോയിൻ ചെയ്യാറ് എന്റെ പതിവാണ്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ 11 മണി വരെ വെയിറ്റ് ചെയ്തെന്നാൽ എനിക്കറിയാം ഈ വചനത്തിലൂടെ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വചനമാണ് വായിച്ചത്. പ്രാരംഭ വാക്യം ഞാൻ തന്നെ വായിച്ചു, എങ്കിലും തുടർന്ന് 1-2 വാക്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും എനിക്ക് പിന്നീട് വായിച്ചു തരണമെന്ന് ഓർപ്പിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ മോശ പറയുന്നതായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, വിടുതലുകൾക്ക് പുറകെ ഉണ്ടാകുന്ന ജ്ഞാപകങ്ങളും. അതിനകത്ത് തന്നെ രണ്ടാണ് ഞാൻ തരംതിരിക്കുന്നുണ്ട്. ഒന്ന്, വിടുതൽ പ്രാപിച്ചവൻ ജ്ഞാപകമാക്കിയ ചില വിഷയങ്ങൾ. അവൻ വിടുതൽ പ്രാപിച്ചവന് വേണ്ടി ദൈവം ജ്ഞാപകമാക്കിയ വിഷയങ്ങൾ. ഈ 2 ഭാഗത്തിൽ നിന്നാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എത്രത്തോളം പറയാനും കഴിയും, എവിടം വരെ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ലെങ്കിലും നമുക്ക് ലഭിക്കപ്പെട്ട സമയത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവം തന്നെ ദൂതുകളെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഈ ദൂത് ഒരു വലിയ വിടുതലായി മാറും. ഹല്ലേലൂയ. ആമേൻ. നാം വിടുതലുകൾ മാത്രമല്ല, വിടുതലിൽ ഒതുങ്ങരുത്. ഹല്ലേലൂയ. വിഷയം അവിടെയാണ്. വിടുതലുകൾക്ക് വേണ്ടി അല്ല ഞാൻ നിങ്ങൾ ഇന്ന് പകൽക്കാലമായി വിടുവിക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ആ വിടുതൽ ഒരു ജ്ഞാപകമായി മാറണം. നാം ഒരു ജ്ഞാപകമായി മാറ്റണം. പ്രൈസ് ലോർഡ്. ചിലതിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട്, ചിലത് ദൈവം നമുക്ക് വേണ്ടി മാറ്റിത്തരും. ഹല്ലേലൂയ. ആദ്യത്തെ ഭാഗം ഹല്ലേലൂയ വിടുതൽ അനുഭവിച്ചവൻ, അല്ലെങ്കിൽ വിടുതൽ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവൻ ജ്ഞാപകമാക്കി മാറ്റേണ്ട ചില വിഷയങ്ങളാണ് പറയുന്നത്. അതിന് ആധാരമായിട്ട് ഒന്നാമത് ഞാൻ വായിച്ചത് മോശയുടെ ഹല്ലേലൂയ വചനമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം വളരെ പരിചയമുള്ള ഹല്ലേലൂയ കഥാപാത്രമാണ് തിരുവചനത്തിലെ. നമുക്ക് വളരെയധികം നമ്മളെ ഹല്ലേലൂയ ആനന്ദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് മോശ. ഹല്ലേലൂയ. ഏറ്റവും വലിയ പ്രവാചകനായ ദൈവം കണ്ട, ഭൂമിയിൽ വെച്ച് ഏറ്റവും സൗമ്യനായ ദൈവം കണ്ട, മറപൊരുളായി സംസാരിക്കാതെ ഡയറക്റ്റായി സംസാരിച്ച ദൈവത്തിന്റെ ദാസനാണ് മോശ. ഹല്ലേലൂയ. ആ മോശയുടെ ജീവിതത്തിലും ഒരു 80 വർഷത്തെ ബ്രാക്കറ്റ് പീരീഡ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. 80 വർഷം. ഹല്ലേലൂയ. 1-2 വർഷമല്ല, എത്ര വർഷമാ? 80 വർഷം. ഹല്ലേലൂയ. ഇന്നിവിടെ ഒരു അമ്മച്ചി ഹല്ലേലൂയ അതേ പ്രാർത്ഥനാവശ്യം പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു അമ്മച്ചിക്ക് 80 വയസ്സുണ്ടെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ മോശയുടെ 80 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ യഥാർത്ഥ പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ലേറ്റ് ആയി പോയി എന്ന് കരുതി ആരും വിഷമിച്ചിരിക്കേണ്ട. ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാനാണ് നേരത്തെയും ഹല്ലേലൂയ ലേറ്റ് ഇതൊക്കെ തീരുമാനിക്കുന്നാൽ നമ്മുടെ തീരുമാനങ്ങൾക്ക് അപ്പുറമായി, നമ്മുടെ കണക്കൂട്ടുകൾക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം ആയിരിക്കണമേ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ മോശ ഹല്ലേലൂയ ആമേൻ ഒരു ഹല്ലേലൂയ അമ്രാമിന്റെ യോഖേബോദിന്റെ മകനായിട്ട് ആമേൻ ഹല്ലേലൂയ നാം വിചാരിക്കുന്നത് പോലെ ഒരു അനുകൂല സാഹചര്യത്തിൽ അല്ല ജനിച്ചത്. ആമേൻ. നാം ഇന്നും കണ്ടുവരുന്നത് പോലെ തന്നെയുള്ള ഒരു വളരെ ദൈവജനത്തിന് വളരുവാനോ ജനിക്കുവാനോ ആമേൻ അതേ പക്വതമാകുവാനോ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് അന്നും മോശ ജനിച്ചത്. എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും തലമുറകളെ കുറിച്ച് ഒത്തിരി ഭാരപ്പെടുന്നവരാ. കാരണം എന്തെന്നറിയാമോ? നാം ആയിരുന്ന സിറ്റുവേഷൻ അല്ല, നമ്മുടെ കാലഘട്ടമല്ല അവർ വളരുന്നത്. തെറ്റിപ്പോകാനുള്ള സകല സാധ്യതയും അല്ലെങ്കിൽ ശത്രുവിന് അവരെ നശിപ്പിച്ചുകൊണ്ടുള്ള എല്ലാ സാധ്യതകളും തിങ്ങി നിൽക്കുന്നതായ ഒരു തലമുറയിൽ അവർ ജീവിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം കൽപ്പിച്ചിരിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്നത് അമ്രാമിനെ യോഖേബോദിനെയും പോലെ ഒന്ന് മാറി നിൽക്കാൻ. ഹല്ലേലൂയ. നാം ആയിരുന്നതിനേക്കാളും വ്യത്യസ്തമായ സാഹചര്യത്തിൽ അവരും വന്നത്. ആ സമയത്താണ് ഹല്ലേലൂയ 430 വർഷം മുൻപ് അബ്രഹാമിനോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തത്തെ നിറവേറ്റേണ്ടതിന് വേണ്ടി
ആമേൻ, ഹല്ലേലൂയ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട, ദൈവത്താൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടേണ്ട ഒരു വലിയ ജനതയെ വാഗ്ദത്ത കനാൻ നാട്ടിലേക്ക് നയിച്ചു കൊണ്ടുപോകേണ്ട ഒരു നേതാവ് ജനിക്കുന്നത് ആമേൻ ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ദൈവത്തിന് തെറ്റുപറ്റിയോ? ഇല്ല, ഇല്ല, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. പക്ഷേ ദൈവത്തിന് തെറ്റുപറ്റാത്ത ദൈവം ഒന്ന് ചെയ്യുമ്പോൾ ഹല്ലേലൂയ വാഗ്ദത്തമുള്ളവൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച ഒരു മാതാപിതാവ് മനസ്സിലായി ഈ കുഞ്ഞൊരു സാധാരണ കുഞ്ഞല്ല. ഇന്ന് പകൽക്ക് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ ആദ്യമേ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ തലമുറകളെ കുറിച്ച് ആദ്യം ഒരു വെളിപ്പാട് പ്രാപിക്കേണ്ടത് നമ്മളാണ്. ഹല്ലേലൂയ, മാതാപിതാക്കളായ നാം ആണ് ഹല്ലേലൂയ നമ്മുടെ തലമുറയെ കുറിച്ച് ഒരു വെളിപ്പാട് പ്രാപിക്കേണ്ടത്. ആമേൻ. അവര് 18 വയസ്സായി 25 വയസ്സായി, മിക്കവാറും നമ്മൾ അവരെ കുറിച്ച് ദൈവഹിതം എപ്പോഴും അന്വേഷിക്കുന്നെന്ന് അറിയാമോ? 28 വയസ്സായിട്ട് വിവാഹം നടന്നില്ലെങ്കിൽ അന്നേരമാണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്താ? ഹല്ലേലൂയ, ദൈവഹിതം എന്താണെന്ന് അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അന്വേഷിക്കും 18 വയസ്സ് 12 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി എന്തിനാ വിടേണ്ടത് നോക്കുമ്പോൾ ഒരു ദൈവഹിതം അന്വേഷിക്കും. ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഇപ്പോഴൊന്നും അല്ല ദൈവഹിതം അന്വേഷിക്കേണ്ടത്. ഒരു കുഞ്ഞിനെ ഹല്ലേലൂയ ഉദരത്തിൽ ദൈവം തരുമ്പോൾ അല്ല, അല്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു തലമുറയെ തരുമെന്ന് അവൻ വിശ്വസിക്കുന്ന നിമിഷം തന്നെ ഹല്ലേലൂയ ആ തലമുറയെ കുറിച്ച് ഹല്ലേലൂയ ഒരു ദൈവിക വെളിപ്പാട് പ്രാപിക്കുന്നവരായി തീരണം. എന്തുകൊണ്ടൊക്കെ പല കാര്യങ്ങളും നാം ലേറ്റായി പോയിട്ട് നാം പലപ്പോഴും ദൈവത്തെ ലേറ്റായെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിരിക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം ഒന്ന് മടങ്ങി വരാൻ, കർത്താവേ എന്നൊക്കെയോ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ ലേറ്റ് ആയി പോയി, അതുകൊണ്ടാണ് എന്റെ വിഷയങ്ങൾ ഇപ്പോൾ ലേറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ മടങ്ങി വരുന്ന കർത്താവേ. മോശ ജനിച്ചപ്പോൾ ഹല്ലേലൂയ ആ മാതാപിതാക്കൾക്ക് മനസ്സിലായി ഇവനൊരു സാധാരണ കുഞ്ഞല്ല, ഇവനൊരു ദിവ്യ സുന്ദരനാണ്. മാത്രമല്ല ഈ ഹല്ലേലൂയ ഫറവോന്റെ ഈ കൽപ്പന പ്രകാരം ഹല്ലേലൂയ കൊല്ലണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച് നിൽക്കുന്ന ഫറവോന്റെ കൽപ്പനയ്ക്ക് ഞാൻ എന്റെ തലമുറയെ വിട്ടു തരത്തില്ല എന്ന് ഒരു തീരുമാനം അവർ ഹൃദയത്തിൽ എടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്ര പേർക്ക് തീരുമാനമുണ്ട് ഈ ലോകത്തിന്റെ ഹല്ലേലൂയ മദ്യമായിക്കൊള്ളട്ടെ, മയക്കുമരുന്നേക്കളുടെ, സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ ആയിക്കൊള്ളട്ടെ, കൂട്ടുകെട്ട് ബന്ധങ്ങൾ, വശീകരണ ശക്തികൾ, എന്തുമായിട്ട് നിങ്ങളുടെ കൺമുമ്പിൽ എന്തെല്ലാം വെളിപ്പെട്ട് നിൽക്കുന്നു. അമേൻ. ഫറവോന്റെ ഹല്ലേലൂയ അമേൻ കൽപ്പന പോലെ തലമുറകളെ വളർത്തത്തില്ലെന്ന് പറഞ്ഞ് അമേൻ വാദിച്ചു നിൽക്കുന്ന ഏത് പ്രതികൂലമാണെങ്കിലും അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ തലമുറയെ വിട്ടു തരികയില്ല എന്ന് പറഞ്ഞ് നിങ്ങളാൽ ആവോളം ഒരുപക്ഷെ അത് ഭോഷത്വമായി തോന്നാം, അതൊരു പക്ഷേ ഹല്ലേലൂയ അതെ വിഡ്ഢിത്തമായി തോന്നാം. അവൻ നിയമം നിലനിൽക്കുമ്പോൾ അവൻ ആ മാതാപിതാക്കൾ ചെറിയൊരു ഞാങ്ങണപ്പെട്ടകുമാതെ ഒരു 3 മാസം ആ കുഞ്ഞിനെ ഒളിപ്പിച്ച് വീട്ടിനകത്ത് വെച്ചു. അത് ഈസിയായ ഒരു കാര്യമാണോ? കൊച്ചു കുഞ്ഞിനെ 3 മാസം കരച്ചിൽ വെളിയിൽ കേൾക്കാതെ ഒളിപ്പിച്ച് വെക്കുന്ന അത്ര ഈസിയായ കാര്യമാണ്? അല്ലല്ലല്ല, ഞാൻ പറയാൻ പ്രിയ ദൈവമേതലേ അവൻ അത്ര ഈസി അല്ല. നാം ഒരു തലമുറയെ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ബ്രോട്ടപ്പായി മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഹല്ലേലൂയ. അതുകൊണ്ട് അവർ ജനിക്കുമ്പോൾ മുതലേ അവൻ അവർക്ക് വേണ്ടിയിട്ടുള്ളതായ ഉപവാസവും പ്രാർത്ഥനയും ദൈവത്തിനോട് ആലോചനയും ദൈവത്തോട് നാം ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലാതെ ഹല്ലേലൂയ ഒരു പ്രായം കഴിയുമ്പോൾ, എല്ലാ വഴി അടഞ്ഞു കഴിയുമ്പോൾ, എല്ലാ വശവും മുട്ടി നിൽക്കുമ്പോൾ എല്ലാം നമ്മെ പോയി കഴിഞ്ഞതിന് ശേഷമല്ല പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത് എപ്പോഴെന്നറിയാമോ? ദൈവം നമുക്ക് വേണ്ടി ഒരു തലമുറയെ തന്നു എന്ന് അറിയുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു തുടങ്ങണം. ഒരുപക്ഷേ ഹല്ലേലൂയ നിങ്ങളിൽ പലരും എന്നോട് ചോദിക്കുമായിരിക്കും, അയ്യോ സിസ്റ്ററെ, ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവില്ലാത്തവരല്ല ഞാൻ ഈ പറഞ്ഞത്. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അറിവില്ലായ്മയുടെ കാലങ്ങളെ ക്ഷമിക്കും. പക്ഷേ അറിവുള്ള കാലങ്ങളിൽ നാം ഹല്ലേലൂയ തെറ്റിപ്പോയെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. കർത്താവേ, പ്രാർത്ഥിക്കാൻ മറന്നുപോയി, മറ്റു പലതും കൊടുക്കാൻ ഞാൻ മറന്നില്ല, പക്ഷേ പ്രാർത്ഥന കൊടുക്കുവാൻ മറന്നുപോയി എങ്കിൽ ഹല്ലേലൂയ മറ്റു പലതിനും വേണ്ടി അവരുടെ സുസ്ഥിരമായ ജീവിതത്തിന് വേണ്ടി ഒത്തിരി അധ്വാനിച്ച് ഒത്തിരി പ്രവർത്തിച്ചു, പക്ഷേ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെ കൊടുക്കുവാൻ കഴിയാതെ പോയെങ്കിൽ ആമേൻ ഹല്ലേലൂയ ശുശ്രൂഷയുടേതായ ഹല്ലേലൂയ തിരക്കുകളിൽ പലപ്പോഴും തലമുറകൾക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ കരയുവാനോ കഴിയാതെ മാറിപ്പോയ സന്ദർഭങ്ങളുണ്ട്. അല്ല, തലമുറകളുടെ മുൻപിൽ ഹല്ലേലൂയ ഒരു മാതൃക ജീവിതം നയിപ്പാൻ കഴിയാതെ പോയ നിമിത്തമായി ആമേൻ എവിടെയൊക്കെയോ എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് അങ്ങനെയൊക്കെ പറയുകയാ. ആമേൻ അതേ തലമുറകൾ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് മടങ്ങി വന്നിട്ട് തലമുറകൾക്ക് വേണ്ടി ഒന്ന് കരയുവാൻ കഴിയുമെങ്കിൽ ആമേൻ ഞാൻ ഒന്നും കൂടെ
പറയാം, വാഗ്ദത്തമുള്ള സന്തതിയെ ഒരു ഫറവോനും തൊടുവാൻ കഴിയുകയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഞാനത് വിശ്വസിക്കുന്നു. നാം ഓരോരുത്തരും അത് വിശ്വസിച്ച് ഏറ്റു പറയണം. വിശ്വസിക്കുന്നവൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും ഇസ്രായേലിലും യഹൂദിലും അടയാളങ്ങളും അത്ഭുതങ്ങളുമായി മാറുമെന്ന് എത്ര പേരെന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുക, ആഴത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക, ഇടപെട്ടുകൊണ്ടേ ഇരിക്കുക. ഏറ്റെടുക്കേണ്ടവർക്കൊക്കെ ദൈവാത്മാവ് ഏറ്റെടുത്ത് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള സമയമാ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് അടുത്തു വരുമ്പോൾ അതിനെല്ലാം സ്വീകരിച്ച് അതിനോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് ആ ദൈവിക വിടുതൽ അവിടെ ഉണ്ടാകുന്നത്. ഇന്ന് പകൽക്കാലം കർത്താവിനോട് അപേക്ഷിക്കും, കർത്താവേ കരുണ തോന്നണമേ, കർത്താവേ കരുണ തോന്നണമേ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ആ വഴി നിലവിളിച്ച ഹല്ലേലൂയ. ആ കുരുടന്റെ അടുക്കലേക്ക് അല്പം സമയം മുൻപോട്ട് നീങ്ങിപ്പോയാലും യേശു തിരികെ വന്നിട്ട് പറഞ്ഞു, അവനെ വിളിപ്പീൻ. ഹല്ലേലൂയ. അവനെ വിളിപ്പീൻ. പരിശുദ്ധാത്മാവ് പ്രാരംഭത്തില് പറയുന്നു, ചിലതിനെ വിളിച്ച് ചില ദൈവിക നന്മകളെ ദൈവം തരുന്ന ദിവസങ്ങളാ. പ്രാർത്ഥിക്കുന്ന, കരയുന്ന, കണ്ണുനീരോടെ കൈപ്പോടെ നിലവിളിക്കുന്ന ചില വിഷയങ്ങളുമേ എന്റെ ദൈവം നിങ്ങളെ വിളിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും അടുത്തിരിക്കുക. ഹല്ലേലൂയ. ഞാൻ ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ ഹല്ലേലൂയ മോശ ഇസ്രായേൽ മക്കളെ വിടുവിച്ച് 10 ബാധയൊക്കെ കൊടുത്തെങ്കിലും 9 ബാധ കൊടുത്തെങ്കിലും ഫറവോൻ അനുസരിച്ചില്ല. പക്ഷേ 10ാമത്തെ ബാധയിൽ അവന് വിടുവിച്ചേ മതിയാവുള്ളൂ. കാരണം വാഗ്ദത്ത സന്തതിയെ ഒതുക്കുന്ന ഒരു പരിധിയുണ്ട്, വാഗ്ദത്തത്തെ ഒതുക്കുന്ന ഒരു പരിധിയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സമയമാകുമ്പോൾ വിട്ടു തരത്തില്ല എന്ന് പറഞ്ഞ് എത്ര ശക്തി നിന്നാലും, എത്ര പാരമ്പര്യ ശക്തി ഫറവോനെ സംബന്ധിച്ചുള്ള പാരമ്പര്യ ശക്തിയാ, പിന്തുടരുന്ന ശക്തിയാ, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശാവനാൽ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് പുറകെ വരുന്ന ശക്തിയാണ് ഫറവോന്റെ ശക്തി. ആ ഫറവോന്റെ ശക്തി എത്ര ബലമുള്ളതാണെങ്കിലും അതിനേക്കാൾ ബലമുള്ള ദൈവത്തിനൊരു ബലമുള്ള ഭുജം അവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവം തന്റെ ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ജനം ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടി കനാനിലേക്കുള്ള വഴിയിലൂടെ പോകുവാൻ വരുമ്പോൾ വിട്ടുപോയ ജനത്തിന്റെ പിറകെ ഹല്ലേലൂയ വിട്ടുപോയ ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും ചോരത്തളിയാൽ ഇന്നത്തെ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ജനം ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി വിശ്വസിച്ച് കർത്താവ് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട ജനം, ചോരത്തളിയേറ്റ ജനം, അവന്റെ രക്തത്താൽ പാപങ്ങളെ കഴുകപ്പെട്ട ജനം, ആ ജനത്തിന്റെ പിന്നാലെ പിന്നെയും ഒരു ഫറവോന്റെ ശക്തി പിന്തുടരുകയാ. പലപ്പോഴും നമുക്ക് സംശയം തോന്നാറുണ്ട്, എന്തുകൊണ്ടാ പിന്നെയും ഇങ്ങനെ വരുന്നത്, പിന്നെയും ഇങ്ങനെ വരുന്നത്? ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് ഞാൻ പുറത്തു വന്നതല്ലേ, പിന്നെയും എന്തുകൊണ്ടാ ഈ ശക്തി എന്റെ പിന്നാലെ വരുന്നത്? എന്നാൽ ഇവിടെ പറയാൻ ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, എന്നെ കൊണ്ടും നിന്നെ കൊണ്ടും എന്റെ ദൈവത്തിന് ചിലത് ചെയ്യിച്ചെടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഫറവോന് ശക്തി കുറച്ചു നാളുടെ തന്നെ പിൻഗമിക്കുന്നത്. ഇവിടെ അവർ കടന്നു വരിക മാത്രമല്ല, ഇവര് മരുഭൂമിയിൽ കുടുങ്ങി എന്ന് ഹല്ലേലൂയ ഫറവോന് തോന്നി. വാക്യങ്ങളെ സമയം കൊണ്ട് എടുത്തു വായിക്കുന്നില്ല. മരുഭൂമി ജനം കുടുങ്ങി എന്ന്, മരുഭൂമി ജനം കുഴങ്ങി എന്ന്, മരുഭൂമി ജനം ഉഴലുന്നു എന്ന് ഫറവോന് തോന്നി. എന്നാൽ ഫറവോനെ, നിനക്ക് വന്ന ഏറ്റവും വലിയ മണ്ടത്തരം അവിടെയാ. ഈ ജനം കുടുങ്ങിയതല്ല, കുഴഞ്ഞതല്ല. ഇത് വാഗ്ദത്തത്തിന്റെ സന്തതിയാ. വാഗ്ദത്തത്തിന്റെ ജനത്തെ ഒരിടത്തും കുഴയുവാനും കുഴങ്ങുവാനും എന്റെ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെയെങ്കിലും കുഴയുമ്പോൾ, എവിടെയെങ്കിലും കുഴഞ്ഞു തോന്നുമ്പോൾ അതിന്റെ അർത്ഥം ദൈവം കൈവിട്ടെന്നും ദൈവം ഉപേക്ഷിച്ചെന്നും ദൈവം നമ്മളെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തെന്നും പറഞ്ഞ് പുറകോട്ട് ഓടുന്നവരായി തീരരുത്. കാരണം ഇവിടെ ലക്ഷോപലക്ഷം വരുന്ന ജനവും ഒരു നേതാവായ മോശയും ഒരുമിച്ച് നിൽക്കുമ്പോൾ പുറകിൽ നോക്കുമ്പോൾ ഫറവോന് സൈന്യം കടന്നു വരുന്നുണ്ട്. മുൻപിൽ നോക്കുമ്പോൾ വന്നു നിൽക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചെങ്കടല, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം. 2 വശങ്ങളും 2 വലിയ മലകള്. അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. മുൻപോട്ട് പോകാൻ കഴിയാത്ത ആ വലിയ പ്രതികൂലത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവർ ഹല്ലേലൂയ നോക്കിയത് എവിടെയാണെന്നറിയാമോ? ജനം മുഴുവനും നോക്കിയത് പ്രതികൂലത്തെയാ. ജനം മുഴുവനും നോക്കിയത് പ്രതികൂലത്തെയാ. പക്ഷേ പ്രാർത്ഥിക്കുന്ന, വാഗ്ദത്തം കേട്ട, ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശയ്ക്ക് നോക്കുവാൻ ഒരേ ഒരു സ്ഥലമുള്ളൂ. അത് മുകളിലേക്കാണ് നോക്കിയത്. പ്രാർത്ഥിക്കുന്നവൻ ഹല്ലേലൂയ വെളിപ്പാടുകളെ പറയും. പ്രശ്നങ്ങളെ നോക്കുന്നവൻ അതെ പിറുപിറുക്കും. ഇന്ന് പകൽക്കാലം പ്രതികൂലത്തിന് മുമ്പ് വരുമ്പോൾ ഞാൻ പിറുപിറുക്കുകയാണോ അതോ വാഗ്ദത്തം പറയുകയാണോ? നമ്മെ തന്നെ സ്വയം ശോധന ചെയ്താൽ മതി. ഞാൻ പ്രതികൂലം വരുമ്പോൾ വാഗ്ദത്തം പറയുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ. ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുന്ന
വ്യക്തിയാ. അല്ല, പ്രതികൂലങ്ങൾ വരുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് പിറുപിറുപ്പും സംശയവും പിറകോട്ട് പോയാലോ എന്നൊരു ചിന്തയുമാണ് വരുന്നെങ്കിൽ ഞാൻ ഇന്നും ഹല്ലേലൂയ പ്രശ്നങ്ങളെയാ നോക്കി നിൽക്കുന്നത്, ദൈവത്തെ അല്ല നോക്കി നിൽക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രതികൂലത്തിന് മുൻപിൽ അവൻ മോശ നിന്നുകൊണ്ട് ദൈവജനത്തോട് പറയുന്ന ഒരു വിഷയമാ നാം ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. ആ പ്രതികൂലത്തിന്റെ മുൻപിൽ, ആ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മ സാഹചര്യം നമുക്ക് മനസ്സിലായല്ലോ. എല്ലാം ഒരുപോലെ അടഞ്ഞ്, എല്ലാം പ്രതികൂലമായി, എല്ലാം ഹല്ലേലൂയ അസാധ്യമായി നിൽക്കുന്ന സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദൂത് ശക്തമായി പറയുകയാ. ഇത് ചിലരോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. നിങ്ങളെ ദൈവം ഇതിനു വേണ്ടി ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ചില വിഷയത്തിന് മേൽ ഒരു അതിരിടണം. ഹല്ലേലൂയ. ആമേൻ. വിടുതൽ മാത്രമല്ല, ഒരു റിമംബറൻസ് ആക്കി നിൽക്കുമാറ്, ഒരു ജ്ഞാപകമായി നിൽക്കുമാറ്, ഒരു ഹല്ലേലൂയ ഒരു ദൈവത്തിന് മുൻപിൽ ഒരു ഹല്ലേലൂയ സാക്ഷ്യമായി നിൽക്കുമാറ് ഒരു ദൈവ പ്രവൃത്തി എനിക്കും നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ചെയ്യാനുണ്ട്. ഇതൊരു ദൈവിക ശുശ്രൂഷയാണ്. കേട്ടിട്ട് പോകാൻ നമ്മൾ ആരും വന്നിട്ടില്ല. നാം ഇവിടെ ഇരിക്കുന്നത് ദൈവം നമ്മോട് പറയുന്നതിനെ ആത്മാവിൽ ഏറ്റെടുത്ത് അതുപോലെ നാം പ്രഖ്യാപിക്കാൻ പോകുക. പ്രഖ്യാപിക്കുന്നിടത്താണ് വിടുതൽ ഉണ്ടാകുന്നത്. യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രം പോരാ, അത് വായി കൊണ്ട് നാം കൺഫസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ വിടുതൽ ദൈവ മക്കൾ വലിയ പദവിയിലേക്ക് നാം കയറിയതെങ്കിൽ ഇന്ന് പകൽക്കാലം നാം കേൾക്കുന്ന വചനത്തെ വായുവത് ചെവി കൊണ്ട് കേട്ടിട്ട് അടച്ചു വെക്കരുത്. നിങ്ങളുടെ അധരം കൊണ്ട് അത് കൺഫസ് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങളുടെ വാചകത്തിന്റെ അധരം കൊണ്ട് അതിനെ പ്രൊക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങൾ അതിനെ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഇന്ന് പറഞ്ഞ ദൈവിക വിടുതലുകൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് നടക്കുകയാ. ഹല്ലേലൂയ. ഇവിടെ മോശ പ്രതികൂലത്തിനകത്തായി, പ്രതിസന്ധിക്കകത്തായി. അമ്മ പലപ്പോഴും നാം ഈ വായിച്ച വചനം നമുക്ക് പലപ്പോഴും ദൈവം പറഞ്ഞ വാക്കാണെന്ന് നമുക്ക് തോന്നാറുള്ളൂ. പക്ഷേ ദൈവം ജനത്തോട് പറഞ്ഞതല്ല, മോശ ജനത്തിനോട് പറഞ്ഞതാ. അതാണ് 13-ാം വാക്യം. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്നും നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. അടുത്തതാണ് എന്റെ വിഷയം. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഇതാണ് എന്റെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിടുതൽ അവിടെ ഉണ്ട്. വിടുതൽ നടക്കാൻ പോകുകയാ. ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാ. വഴി ഏതൊന്നും കണ്ടിട്ടില്ല, പക്ഷേ വഴി തുറക്കുന്ന കാരണം ദൈവം മോശയോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഫറവോന്റെ കയ്യിൽ നിന്നും വിളിച്ചു കൊണ്ടുവന്നിട്ട് ചെങ്കടലിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് മുക്കിക്കളയാ മോശെ എന്ന് പറഞ്ഞിട്ടല്ല വിളിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെ എന്റെ കർത്താവ് വിളിച്ചത് ആമേൻ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ടല്ല വിളിച്ചത്. ആമേൻ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ. എന്താ വാക്ക്? നശിച്ചു പോകാതെ. നശിക്കാനല്ല എന്റെ ദൈവം നമ്മളെ വിളിച്ചത്. നശിക്കാനല്ല, മുടിഞ്ഞു പോകാനല്ല, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാനല്ല. മാത്രമല്ല നശിച്ചു പോകാതെ, അടുത്ത വാക്ക് നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന്. ഓ റിക്കമ ശംദല റിബനഘടക ശംദല. ദൈവം, പിതാവായ ദൈവം പുത്രനെ നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചത്. ആമേൻ. പിതാവായ ദൈവം തൻ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എനിക്കും നിങ്ങൾക്കും ഒരു നിത്യജീവൻ തരണം. മാത്രമല്ല ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും നമ്മുടെ തലമുറകളും നശിച്ചു പോകരുത്. ഈ ഒറ്റ ഉദ്ദേശത്തോടു കൂടിയ ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിന്റെ സകല മഹിമയെ വിട്ടിട്ട് ഈ താണഭൂമിയിലേക്ക് സ്വന്തം മകനെ ഇട്ട് കളഞ്ഞത്, എറിഞ്ഞു കളഞ്ഞത്, ഏൽപ്പിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. പട്ടുകാരനൊക്കെ പറഞ്ഞ ഒരു നല്ല റോസാ പുഷ്പം ആമേൻ വീണുടഞ്ഞു പോയത്, ചതഞ്ഞരഞ്ഞു പോയത്. ഹല്ലേലൂയ. ആ പൊൻകിരീടം ഹല്ലേലൂയ ഹല്ലേലൂയ ഭൂമിയിൽ വന്ന് ഹല്ലേലൂയ തകർക്കപ്പെട്ടത് എന്തിനെന്നറിയാമോ? എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. എന്നെയും നിങ്ങളെയും ആമേൻ നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിനാ. ദൈവസനായി ഓരോ ദൈവവേദനയിലും ഓരോ സമയം ഒരു ഓർമ്മയുണ്ടായിരിക്കണം. എന്നെ ദൈവം എന്തിനാണ് വിളിച്ചത്? ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഫറവോന്റെ പ്രതികൂലം കണ്ടപ്പോൾ ജനം ചോദിച്ചു, ഞങ്ങൾക്ക് മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഈ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രതിസന്ധികളുടെ മുൻപിൽ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് നിന്റെ ജീവിതത്തിന്റെ നന്മകളെ തടയുന്നുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന് തീരുമാനമെടുക്കണം. കർത്താവിനോട് ക്ഷമ പറയണം. കർത്താവെ, വാക്കുകളാൽ ഞാൻ അങ്ങയെ മുഷിപ്പിച്ചിട്ടുണ്ട്, വാക്കുകളാൽ ഞാൻ അങ്ങയെ മുഷിപ്പിച്ചിട്ടുണ്ട്, വാക്കുകൾ ഞാൻ അങ്ങയെ കോപിപ്പിച്ചിട്ടുണ്ട്, വാക്കുകളാൽ ഞാൻ അങ്ങേക്ക് ഹല്ലേലൂയ പിറുപിറുത്തിട്ടുണ്ട്, വിരോധമായി നിന്നിട്ടുണ്ട്. വാഗ്ദത്തം പറയേണ്ട സമയത്ത്, വിടുതലുകളെ പറയേണ്ട സമയത്ത് പ്രതികൂലം എന്തിനാ വരുന്നത്? വിടുതലിന് വേണ്ടി ഒരു പ്രതികൂലം വരുന്നത്. പരീക്ഷ എന്തിനാ വരുന്നത്? ഒരു പ്രമോഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാ. ആ പരീക്ഷ ഹല്ലേലൂയ നീ ജയിക്കുക എന്നുള്ളതാ. നിന്നെ ജയിപ്പിക്കുന്ന ദൈവമാ നിന്നോട് കൂടെയുള്ളത്. ആ സകലത്തിലും ജയാളിയായ ഒരു കർത്താവ് നിന്റെ കൂടെ നിൽക്കുമ്പോൾ ആ പരീക്ഷ നിന്നെ ജയിപ്പിക്കാനാണ് കർത്താവ് നിന്റെ കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രതികൂല
പ്രതികൂലത്തിന്റെ മുൻപിൽ പരാജയമല്ല പറയേണ്ടത്, പ്രതിസന്ധിയുടെ മുൻപിൽ അവൻ പിറുപിറുക്കല്ല വേണ്ടുന്നത്. ഇന്ന് പകൽക്കാലം പിറുപിറുക്കുന്ന നാവുകൾ മാറ്റിവെച്ചിട്ട് അവൻ ജയത്തെ കുറിച്ച് പറയുന്ന, വിടുതലെ കുറിച്ച് പറയുന്ന മാത്രമല്ല, അതിനുശേഷം ദൈവം ചെയ്യാൻ പോകുന്ന ഒരു വൻ കാര്യം കൂടി പറയണം. അതാണ് ഇവിടെ മോശ പറയുന്നത്, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. അതാരാ പറഞ്ഞത്? മോശയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, മോശ ആരാണ് ഇത്ര സമയം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്? ദൈവത്താൽ വിടുവിക്കപ്പെട്ട് വാഗ്ദത്തം പ്രാപിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് നശിച്ചു പോകാൻ 100 സാധ്യതയുണ്ടായിട്ടും അവൻ കോവിഡ് വന്നത് നമ്മുടെ ആടെ അടുക്കി കൂടെ പോകാഞ്ഞിട്ടല്ല, അവൻ അപകടങ്ങൾ വരാഞ്ഞിട്ടല്ല, അനർത്ഥങ്ങൾ വരാഞ്ഞിട്ടല്ല, കഷ്ടങ്ങൾ വരാഞ്ഞിട്ടല്ല, രോഗങ്ങൾ വരാഞ്ഞിട്ടല്ല, എത്ര ജീവിത സാഹചര്യങ്ങൾ പിടിച്ചു നിൽപ്പാൻ കഴിയാത്ത എത്രയോ സാഹചര്യം നമ്മുടെ മുമ്പിൽ കടന്നുപോയിട്ടും എന്തുകൊണ്ടാണ് പകൽക്കാലം ജീവിച്ചിരിക്കുന്ന അറിയാമോ? എന്നെ കുറിച്ചും ഞങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ വാഗ്ദത്തത്തിനകത്തുള്ളതാ, ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളതാ. എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും ദൈവത്തിന് വൻ കാര്യം ചെയ്യിപ്പിച്ചെടുക്കുവാനുണ്ട് എന്ന് പൂർണ്ണ ബോധ്യമുള്ള പ്രിയ ദൈവമേതലെ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊന്ന് കൽപ്പിക്കാൻ കഴിയുമോ? എന്റെ ദൈവത്താൽ ഞാൻ കൽപ്പിക്കുകയാ, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മിസ്രയീമിനെ, എന്റെ മുമ്പിൽ ഈ പ്രതികൂലത്തെ, ഈ പ്രതിസന്ധിയെ ഇനി മേലാൽ കാണുകയില്ല. ആമേൻ, ഹല്ലേലൂയ. അന്നേരം അവിടെ ചെങ്കടൽ തുറന്നിട്ടില്ല, ആമേൻ, ജനം കടന്നുപോയിട്ടില്ല, ഒരു കാര്യം അവിടെ ചെയ്തിട്ടില്ല എങ്കിലും പ്രാർത്ഥിക്കുന്നവൻ വിശ്വാസത്തോടെ ചിലത് കൽപ്പിക്കണം. ഓ റീബാനക ശന്തൽക്കമനകട് വിടുതൽ കണ്ടിട്ട് എന്തെങ്കിലും പറയാം എന്നല്ല. അവൻ അവിടെ മിരിയാം നമുക്കറിയാം, 15-ാം അധ്യായം ചെങ്കടൽ കടന്നതിന് ശേഷം അവള് പാടുന്നുണ്ട്. പക്ഷേ ഇവിടെ മോശ അങ്ങനല്ല പാടിയത്. അവൻ ഹല്ലേൽ പറഞ്ഞത്, അവൻ ചെങ്കടൽ കടക്കുന്നതിന് മുന്നമേ വെറും ചെങ്കടൽ കടക്കും എന്നല്ല പറഞ്ഞത്. അവൻ ചെങ്കടൽ തന്നെ പിന്തുടർന്ന, ഇതുവരെ എന്നെ പിന്തുടർന്നു വന്ന ഈ മിസ്രയീമിനെ ഇനി മേലിൽ കാണുകയില്ല. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ധൈര്യമുണ്ട്? ഒന്ന് ഏറ്റുവരെ എന്നെ പിന്തുടർന്ന രോഗബന്ധനം, എന്റെ തലമുറകളെ വഴിതെറ്റിക്കുന്ന വിഷയങ്ങൾ, എന്റെ ഭൗതിക വിഷയങ്ങളെ ഹല്ലേലൂയ പിന്തുടരുന്ന ശക്തി, എന്റെ കുടുംബ ജീവിതത്തെ തകർക്കുന്ന ശക്തി, എന്റെ കുടുംബത്തിന്റെ നന്മകളെ തകർക്കുന്ന ശക്തി, എനിക്ക് അതിനെ അവകാശം കൊണ്ടുവരാൻ പോകുന്ന ശക്തി, എനിക്കുള്ളതിനെ പിടിച്ചു പറിക്കുന്ന ശക്തി, എന്നെ പിന്തുടരുന്ന ശക്തി, എന്നെ കൊള്ള പങ്കിടുന്ന ശക്തിയെ ഞാൻ ഇന്ന് പകൽക്കാലം ഈ 2023 ഒക്ടോബർ മാസം 13-ാം തീയതി നിന്നുകൊണ്ട് മോശ പറഞ്ഞതുപോലെ ഞാൻ പറയുക, ഇന്ന് കണ്ടിട്ടുള്ള ഈ മിസ്രയീമിനെ ഞാൻ ഇനി ഒരു നാളും കാണുകയില്ല. അവൻ വിടുതലുകൾ മാത്രമല്ല, ആ ശക്തിക്ക് ഇവിടെ കൊണ്ടൊരു അവസാനം വരണം പ്രിയമുള്ളവരെ. അവിടെ കൊണ്ട് അവസാനിക്കണം. അവൻ ഹല്ലേലൂയ, അവൻ അവിടെ കൊണ്ട് അവസാനിക്കണം. പൗലോസിന്റെ കൈമേൽ ചുറ്റിയാണലി പിന്നെ ആരെയും ചുറ്റാതെ വേണം. പൗലോസ് അന്ന് തന്നെ അഭിഷേകത്തിന്റെ ശക്തിയാൽ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവദാസിമാരെ, ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്യുക, ചലഞ്ച് ചെയ്യുക. നിങ്ങൾ ഇന്ന് ഏതെല്ലാം പ്രതികൂലത്തിൽ കടന്നു പോകുന്നു, ആ പ്രതിസന്ധികൾക്ക് ഒരവസാനം ഞാൻ കുറിക്കുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഈ പ്രതികൂലം ഇനി എന്റെ തലമുറയെ തൊടുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഈ പ്രതിസന്ധി ഇനി മറ്റൊരാൾക്ക് വരുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഓ കേവലം എനിക്ക് വിടുതൽ മാത്രം പറയുകയല്ല, ഞാൻ വിടുതൽ പ്രാപിക്കുക. അപ്പോൾ തന്നെ ഈ വിഷയത്തിന്റെ മേൽ ഞാനൊരു ജയം കൂടി ഏറ്റെടുക്കുകയാ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന അതിന് മുഖാന്തരമാകട്ടെ, ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരമാകട്ടെ. എന്തിനാ മറ്റാർക്കും ഇല്ലാതൊരു പ്രതികൂലം മോശയ്ക്ക് കൊടുത്തു എന്നറിയാമോ? ആ മോശയ്ക്കൊണ്ട് ദൈവത്തിന് ചെയ്യിച്ചെടുക്കുവാനുണ്ട്. മോശയെ കൊണ്ട് ദൈവത്തിന് ചെയ്യിച്ചെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ. മോശ പറഞ്ഞ കാര്യം ദൈവം പറഞ്ഞിട്ടല്ലെന്നല്ല അവിടെ പറഞ്ഞത്. പക്ഷേ മോശ അത് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ശ്രദ്ധ വെച്ചു കേട്ടു. ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ അത് ശ്രദ്ധ വെച്ചു കേട്ടു. ദൈവം ഹല്ലേലൂയ മോശയോട് പറഞ്ഞു, നീ ഉറച്ചു നിൽക്ക്, നിന്റെ കയ്യിൽ നിന്ന് വടിയും കൊണ്ട് നീട്ടാൻ പറഞ്ഞു. നീട്ടിയപ്പോൾ ചെങ്കടൽ 2ആയി വിഭാഗിക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ വിഭാഗിക്കപ്പെടുവാൻ മോശയോട് ദൈവം കരം നീട്ടാൻ പറഞ്ഞു. എന്നാൽ വചനം സമയക്കുറണ്ട് ഓടിച്ചു പോകാം. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ അതെ 22-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രയീമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നി മേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി മിസ്രയീം സൈന്യത്തെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അവൻ മോശ പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രയീമിനെ മേലിൽ
കാണുകയില്ല എന്ന് മോശ പറഞ്ഞു. പക്ഷേ നീ പറഞ്ഞ ഞാൻ പറയുന്ന വിഷയങ്ങൾക്ക് വേണ്ടി എന്റെ ദൈവം ഇന്ന് പകൽക്കാലം ചിലതിനെ നോക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ? ഞാൻ ഇരിക്കുന്ന ഇരിപ്പിൽ വിശ്വാസത്തോടെ കൽപ്പിച്ചതിന്റെ വിഷയത്തിന്റെ മേൽ കൽപ്പിച്ചവർക്ക് മാത്രമേ ഇത് ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. കൽപ്പിച്ചവരോട് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ. നീ കൽപ്പിക്കാൻ തയ്യാറായാൽ, നീ കൽപ്പിച്ച വിഷയത്തെ എന്റെ ദൈവം ഒന്ന് നോക്കുമ്പോൾ, നിന്നെ ഇത്രയും നാളെ പിന്തുടർന്ന ആ ഫറവോന്റെ രഥചക്രങ്ങളെ എന്റെ ദൈവം ഒന്ന് നോക്കിയപ്പോൾ അവന്റെ രഥചക്രങ്ങളുടെ ഓട്ടങ്ങളെ താറുമാറാക്കിയതുപോലെ നീ പറയുന്ന വിഷയം എങ്ങനെ പരിഹരിക്കപ്പെടണമെന്ന് ദൈവത്തിന് നീ ആലോചന പറയണ്ട. നീ വിശ്വാസത്തോടെ പറയുമ്പോൾ, നീ എടുത്തു വെക്കുന്ന വിശ്വാസ സ്റ്റെപ്പിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവമാ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതെങ്ങനെ വെളിപ്പെടുമെന്ന് അവൻ നിനക്ക് അത്ഭുതം കൂറുമാറ്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയുമാറ്. ഇത്രയും നാളും ദൈവം നോക്കിയില്ലേ ഇവരെ? ഇവര് ഹല്ലേലൂയ ഫറവോന്റെ കൊട്ടാരത്തിൽ നിറങ്ങി ചെങ്കടലിന്റെ പിൻപിൽ വരുന്നിടം വരെ, അല്ലെങ്കിൽ ജനത്തിന്റെ പിറകിൽ വരുന്നിടം വരെ ദൈവം ഈ ഫറവോനെ സൈന്യത്തെ കണ്ടില്ലേ പ്രിയമുള്ളവരെ? കണ്ടിരുന്നു. പക്ഷേ കണ്ടിരുന്നു എന്നിലൂടെയും നിന്നിലൂടെയുമാ ഒരു വിടുതൽ ദൈവത്തിന് ചെയ്തെടുക്കുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ അത് എന്നിലൂടെ നിന്നിലൂടെ മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ. ഓ റീബന ശംദൽ കമനഘടക, നിന്റെ ജീവകാലത്ത് നീ തിന്മയല്ല നന്മ തന്നെ അന്വേഷിക്കുന്നുവെങ്കിൽ നിന്റെ ദൈവമായ യഹോവ നീ പറയുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും. റീകമ ശംദൽ കമനഗസ്യ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നിങ്ങൾക്ക് ഏറ്റവും എനിക്ക് മനസ്സിലാകാൻ കഴിയുന്നില്ല. പക്ഷേ ദൈവത്തിനാമനോട് ശക്തമായി പറയുന്നു. റീബ കമനഗ ശംദൽ പ്രൗഢമനഗസി. ഇന്ന് പകൽക്കാലം ഒരു പ്രത്യേക ശുശ്രൂഷയാക്കി ഇതിനെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇന്ന് പകൽക്കാലം ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഏറ്റുപറയാൻ തയ്യാറാകുമെങ്കിൽ ഒരു വലിയ ദൈവിക വിടുതൽ നിങ്ങളുടെ മേൽ സംഭവിക്കുകയാ. എന്റെ ദൈവം ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്റെ ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ പല വ്യക്തിബന്ധങ്ങൾക്കകത്ത്, നിങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്കകത്ത്, നിങ്ങളുടെ സഹോദരങ്ങളിൽ, നിങ്ങളുടെ ദേശങ്ങളിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, നിങ്ങളുടെ പിറകെ 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 കൂടുന്ന ഒരു സ്വാതന്ത്ര്യം തരാതെ, ഒരു സന്തോഷം തരാതെ നിന്റെ ദൈവിക വാക്യത്തിൽ അകറ്റിക്കളയുവാൻ വരുന്ന ചില ശത്രുവിനെ ദൈവം നോക്കുകയാണ്. പ്രഭാതയാമത്തിൽ രാത്രിയിലാണ് ജനം കടന്നു പോകുന്നത്, അർദ്ധരാത്രിയുടെ സമയങ്ങളിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ പ്രഭാതയാമം വന്നപ്പോൾ ദൈവം ഒന്ന് നോക്കി. എന്റെ ദൈവം ഒന്ന് നോക്കിയാൽ മതി, വേറെ വലിയ കാര്യമൊന്നുമില്ല. എന്റെ ദൈവം ഒന്ന് നോക്കിയപ്പോൾ ഫറവോന്റെ രഥചക്രങ്ങളെ താറുമാറാക്കി അതിന്റെ മേൽ ഒരു വിടുതൽ കൽപ്പിച്ചതുപോലെ സമയം കൊണ്ട് ഓടിപ്പോവാ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മേൽ എന്റെ ദൈവം ഒരു വിടുതലിനെ കൽപ്പിക്കുന്നതുകൊണ്ട് എത്ര പേര് ഈ ഉപവാസ പ്രാർത്ഥന തയ്യാറാകും? ഞാൻ ചിലത് കൽപ്പിക്കാൻ പോകുകയാ. നീ കൽപ്പിക്കുന്ന വിഷയത്തിന് മേൽ എന്റെ ദൈവത്തിന്റെ പ്രവർത്തികളെ അയക്കുകയാ. ശാഖാന ദലഘടമ ശംദല. ഇനി ആ രോഗബന്ധനം അവിടെ ഇല്ല, ഇനി ആ കടഭാരം അവിടെ ഇല്ല, ഇനി ആ ക്ലേശം അവിടെ ഇല്ല, ഇനി ആ ബന്ധനം അവിടെ ഇല്ല, ഇനി ആ ദുഃഖം അവിടെ ഇല്ല, ഇനി ആ പ്രതികൂലം അവിടെ ഇല്ല. നസ്രേന യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം ചില വിടുതലുകളെ അവിടെ എന്നേക്കുമായി കൽപ്പിക്കുന്നു. നസ്രേന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചൂടാരബരക ശംദരാദിബാനക ചസിയ ഹത്തുരിയാരബനഗടക റിഖാനബരഗടക സിംധനാരബനഗടക ചസിയ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ഞാൻ റെഫറൻസ് ഒന്നും പറയത്തില്ല, വേഗം പോകുക. ഹല്ലേലൂയ. അടുത്ത് നമുക്കറിയാം എരിഹോവിൽ വരുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, എരിഹോവിന്റെ മുൻപിൽ ജോഷുവ വന്നു. ഹല്ലേലൂയ. എരിഹോവിന്റെ മുമ്പിൽ വന്നപ്പോൾ നമുക്കറിയാം ജോഷുവയും ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു വന്നവനാ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് മരുഭൂമിയിൽ വന്നവരിൽ ജോഷുവയും ആ തലമുറയിൽ ജോഷുവയും കാലേബും മാത്രമേ കനാനിലേക്ക് പ്രവേശിച്ചുള്ളൂ. എന്തുകൊണ്ടാ ജോഷുവയും കാലേബും പ്രവേശിച്ചത്? അവർ ദൈവത്തോട് ചേർന്നവനായിരുന്നു, ദൈവത്തോട് പറ്റി നിന്നവനായിരുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്നവനായിരുന്നു. അനാക്യ മല്ലന്മാരെയല്ല അവർ കണ്ടത്, അവിടുത്തെ ശക്തികളെയല്ല അവർ കണ്ടത്. അനാക്യ മല്ലന്മാരുണ്ട്. ഈ പറയുന്നതെല്ലാം ശരിയാ. പക്ഷേ നമ്മുടെ ദൈവമായ യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ എത്ര പേര് പകൽക്കാലം വിശ്വസിക്കും? സാഹചര്യം മുഴുവനും പ്രതികൂലമാ. ലോക രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാ. എല്ലായിടത്തും ഹല്ലേലൂയ റിസഷൻസ് നടക്കുക, പ്രതിസന്ധികൾ നടക്കുക. ആർക്കും ഒരിക്കലും മുൻപോട്ട് പോകാൻ കഴിയാത്തൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ലോകം കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ജോഷുവെ പോലെ കാലേബിനെ പോലെ ഒന്ന് മാറി നിന്ന് ഈ ഒരു വാക്ക് പറയാൻ കഴിയുമോ? ദൈവം എന്നിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, ദൈവം എന്നോടും എന്റെ തലമുറകളോടും എന്റെ കുടുംബത്തോടും എന്റെ വ്യക്തിപരമായ ജീവിതത്തോടും എന്റെ ശുശ്രൂഷയോടും ദൈവം പറഞ്ഞിരിക്കുന്നതായ ആ കനാൻ, ആ വാഗ്ദത്തം ഞങ്ങൾ പ്രാപിച്ചിരിക്കും.
ആമേൻ 12 പേരെ തിരഞ്ഞെടുത്ത് അയച്ചു. പക്ഷേ 10 പേരും നെഗറ്റീവ് റിപ്പോർട്ട് പറഞ്ഞപ്പോൾ എന്റെ ദൈവം ഭൂരിപക്ഷത്തിന്റെ ദൈവമല്ല, എന്റെ ദൈവം ദൈവത്തിന്റെ വാഗ്ദത്തത്തെ പറയുന്നവന്റെ പക്ഷമാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാൻ കഴിയുമോ? ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കുറിച്ച്, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കുറിച്ച്, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ കഴിയുമോ? റിബനഘടക ശംദന റിബന. പലപ്പോഴും ഹല്ലേലൂയ അനാക്യ മലന്മാരെ അവരുടെ സാഹചര്യങ്ങളെ അവൻ വെട്ടുക്കിളിയെ പോലെ ഞങ്ങൾക്ക് തോന്നുന്നത് അവര് പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തന്നെ അങ്ങ് തോന്നി എന്നാ പറയുന്നത്. തോന്നലുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിന്റെ തോന്നലുകളെ മാറ്റി വെച്ചിട്ട് വാഗ്ദത്തങ്ങളെ പറഞ്ഞവനാണ് യോശുവ. ആ ജോഷുവയ്ക്കും കാലേബിനുമാ കനാൻ നാട്ടിൽ പ്രവേശിപ്പാൻ ഇടയായത്. അതിന്റെ അർത്ഥം അവിടെ കൊണ്ട് പ്രതികൂലം തീർന്നല്ല. അവൻ ഗിൽഗാലിൽ നിന്നും അവൻ കടന്ന ഹല്ലേലൂയ ജോഷിയുടെ മുമ്പിൽ ഒരു യോർദാൻ ഉണ്ടായിരുന്നു. ആ യോർദാനെ വിഭാഗിച്ച് അപ്പുറം കടന്നപ്പോൾ അതാ വരുന്നു ഒരു എരിഹോ. ഹല്ലേലൂയ. പലപ്പോൾ ഞാൻ എരിഹോയെ കുറിച്ച് പറയാറുണ്ട്. അവൻ എരിഹോ എന്ന് പറയുമ്പോൾ മാനുഷിക നിർമ്മിതമായ ഒരു പ്രതിസന്ധിയാ. അവൻ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ട് പ്രിയമുള്ളവര്. ജീവിതയാത്രയിൽ പല പ്രതിസന്ധികളുണ്ട്. യോർദാൻ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയാ. യോർദാനെ ആരും ഉണ്ടാക്കിയതല്ല. എന്നാൽ ചില വിഷയങ്ങളുണ്ട് മാനുഷികമായി കെട്ടിവെക്കുന്ന ചില വിഷയങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. ദാനിയേലിന് വ്യക്തമായി, ദാനിയേലും സംഗീതത്തിലും പറയുന്നത് നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ചില ദുഷ്ടസിംഹാസനങ്ങൾ. യാതൊരു കാര്യമില്ല കഷ്ടത അനുഭവിക്കാൻ, പക്ഷേ കഷ്ടപ്പെടുത്തണമെന്ന് അവൻ മനഃപൂർവ്വമായി തീരുമാനിച്ച് ഇറങ്ങുന്ന ചില പ്രയാസങ്ങൾ. ചില വ്യക്തികൾ എന്താ പറയാ ഒരുങ്ങി അങ്ങ് ഇറങ്ങുകയോ എന്താ കഷ്ടപ്പെടുത്തിയെങ്കിലേ പറ്റൂ. വിട്ട് തരത്തില്ല, കൊണ്ടുപോകത്തില്ല, വിടത്തില്ല, മുൻപോട്ട് വിടുന്നവർ എങ്ങനെയെല്ലാം പ്രതികൂലപ്പെടുത്താമോ അത് ചെറിയതല്ല, ഒരു വലിയ പ്രതികൂലമാ. അത് മാത്രമല്ല ഇസ്രായേൽ ജനം എരിഹോവിന് അടുക്കുന്നു പറഞ്ഞപ്പോൾ അവരതിനെ പിന്നെയും അടച്ചങ്ങ് ഉറപ്പാക്കി. ഹല്ലേലൂയ. നീ നന്മ പ്രാപിക്കാൻ സമയമാകുമ്പോൾ, ഒരു വിവാഹത്തിന്റെ സമയം വരുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു ഭാവികരമായ വിഷയങ്ങൾ വരുമ്പോൾ അവൻ മാനുഷികമായി നിങ്ങൾക്ക് തീരുമാനിച്ചാൽ മതി. ഏതു തരത്തിലുള്ള മാനുഷികമായ ബന്ധങ്ങളായും അവൻ നിയമപരമായ ബന്ധങ്ങളായോ ഓഫീസിലുള്ളവരായോ ആരുമായിക്കൊള്ളട്ടെ, മാനുഷികമായ ചില പ്രതികൂലങ്ങൾ നിന്റെ മുൻപിൽ വരും. അത് സഹോദരങ്ങളായിട്ട് വെളിപ്പെടും, അത് ഭർത്താവായിട്ടോ ഭാര്യയായിട്ടോ കുഞ്ഞുങ്ങളായിട്ടോ ഒക്കെ വെളിപ്പെടും, അത് മാതാപിതാക്കളായിട്ട് വെളിപ്പെടും, അത് കൂടെ ജോലി ചെയ്യുന്നവരായിട്ട് വെളിപ്പെടും, കൂടെ ശുശ്രൂഷിക്കുന്നവരായിട്ട് വെളിപ്പെടും, ഏത് രൂപത്തിലും അത് വെളിപ്പെടും. പക്ഷേ ദൈവാത്മാവ് പ്രാപിച്ച ദൈവമുഖം നോക്കുന്ന ഒരു ദൈവം മനസ്സിലാക്കണം, ഒരു മാനുഷിക പ്രതികൂലം എന്റെ മുമ്പിൽ വരുമ്പോൾ അതിനകത്ത് പ്രയോഗിക്കേണ്ടതിന്റെ വാക്കല്ല, അവൻ എന്റെ ശക്തിയല്ല, എന്റെ മാനുഷികമായ യാതൊരു കഴിവുമല്ല. അവിടെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എന്റെ വായ അടയ്ക്കണം. എരിഹോവിന്റെ മുൻപിൽ വന്നപ്പോൾ അവൻ പെട്ടകം എടുക്കാൻ പറഞ്ഞില്ല, ഇറങ്ങാൻ പറഞ്ഞില്ല, നിൽക്കാൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെല്ലാവരും മൗനമാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ മൗനമാകുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സഹോദരിമാർക്ക്. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി സംസാരിക്കുന്നവരാ. ഹല്ലേലൂയ. ഒരുപാട് സംസാരിക്കുന്നവരാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു പ്രശ്നം കിട്ടി അന്നേരം നമ്മള് ഗ്രൂപ്പിലിടും, പിന്നെ അത്യാവശ്യം അറിയുന്നവരെ വിളിക്കും, പിന്നെ അവരോട് ഞാൻ നിങ്ങളോട് മാത്രമേ പറയുള്ളൂ, വേറെ ആരോടും പറഞ്ഞില്ല, പിന്നെ അടുത്ത ആളോട് പറയും. ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പറഞ്ഞ് അതിനെ കുറെ കൂടെ അങ്ങ് വലുതാക്കും. പറഞ്ഞ് അതിന്റെ വിഷയത്തെ അങ്ങ് വല്ലാതെ അങ്ങ് ആക്കി മാറ്റും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ്, സർവശക്തനായ ദൈവം യോശുവയോട് പറഞ്ഞു, മിണ്ടരുതെന്ന്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയും? ഞാൻ ഇന്നായിരിക്കുന്ന വിഷയത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, എന്റെ വായ അടച്ചിരിക്കണമെന്ന്. കഴിവുകൾ പ്രയോഗിക്കേണ്ട സമയമല്ല, വാക്സാമർത്ഥ്യം പ്രയോഗിക്കേണ്ട സമയമല്ല, അവൻ മിടുക്ക് പ്രയോഗിക്കേണ്ട സമയമല്ല. നീ മൗനമായിരിക്കണം. ഹല്ലേലൂയ. ഒത്തിരി ഉദാഹരണം പറയാനുണ്ട്, പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്വന്തം സഹോദരങ്ങളുമുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവൻ ഹല്ലേലൂയ നീ പ്രത്യേകിച്ച് മൗനമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് അത് വരുമ്പോൾ, ചുറ്റി വരുമ്പോൾ ഏദോമിനെ ചുറ്റേണ്ടി വന്നു, ഏദോം നാട്ടിലൂടെ കടന്നു പോകേണ്ടി വന്നു. അന്നേരം ഹല്ലേലൂയ ദൈവം മോശയോട് പറഞ്ഞു, നീ അവരോട് യുദ്ധം ചെയ്യരുത്, ഒഴിഞ്ഞു പോക്കണം. കാരണം ഏദോം ആരാ? സ്വന്തം ജ്യേഷ്ഠനാ. ഹല്ലേലൂയ. യാക്കോബിന്റെ മക്കളിലേ വരുന്നത്, ഏശാവിന്റെ സന്തതി പരമ്പരയായ ഏദോം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കറിയില്ല, നിങ്ങളോട് ദൈവാത്മാവ് പറയട്ടെ, കുടുംബത്തിൽ നിന്നൊരു പ്രതികൂലം വരുമ്പോൾ, കുടുംബത്തിനകത്ത് പ്രതിസന്ധി വരുമ്പോൾ, ഉറ്റവരിൽ നിന്നൊരു പ്രതികൂലം വരുമ്പോൾ, ഉടയവരിൽ നിന്നൊരു പ്രതിസന്ധി വരുമ്പോൾ വായ അടച്ച് ഒഴിഞ്ഞു ഓടിപ്പോക്കണം. ഒഴിഞ്ഞു പോകുന്നത് പരാജയമല്ല, ഒഴിഞ്ഞു പോകുന്ന ഒരിക്കലും ഒരു പരാജയമല്ല. ദൈവത്തിന്റെ വിജയം നിന്നെ തേടി വരുന്നുണ്ട്. നമുക്ക് നല്ല ഉദാഹരണം പറയാം.
ഹന്ന ഹല്ലേലൂയ വീട്ടിനകത്ത് നിന്നുകൊണ്ട് ഒരു പ്രതികൂലം വരികയാ. വീടിനകത്ത് നിന്നുകൊണ്ട് അവളെ മുഷിപ്പിക്കുക, അവളെ പരിഹസിക്കുക, അവളെ നിന്ദിക്കുക, അവളെ ചോദ്യം ചെയ്യുക. അതിന്റെ നടുവിൽ ആമേൻ ഹന്നയ്ക്ക് ഒരു ഇടമുണ്ടായിരുന്നു. ഏതിടം? ദൈവസന്നിധി എന്നൊരു ഇടമുണ്ടായിരുന്നു. അവൾ ദൈവസന്നിധിയിൽ പോയി അവളുടെ ഹൃദയം പകർന്നു. കാരണം വീടിനകത്ത് മിണ്ടാതിരുന്ന് ഹൃദയത്തിന്റെ വേദന ഇങ്ങനെ വിങ്ങി പൊട്ടി. ഹല്ലേലൂയ. ഇപ്പോ പൊട്ടുമെന്നുള്ള സാഹചര്യത്തില അമ്മ ഹന്ന ഇരിക്കുന്നത്. അത്രയും വേദനയും കൊണ്ടാണ് ദൈവാലയത്തിലേക്ക് ചെന്നത്. അതുകൊണ്ട് അവിടെ ഒരു വാക്കും പുറത്തു വന്നില്ല. ആ വേദനയുടെ ആധിക്യം കൊണ്ട് എത്ര പേർ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം കടന്നുപോയിട്ടുണ്ട്. ഞാൻ ഒത്തിരി കടന്നുപോയിട്ടുള്ളവള്. ഹല്ലേലൂയ. വളരെ അനുഭവത്തോടെ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. ആമേൻ. അവൻ ഒരക്ഷരം പോലും മിണ്ടുവാൻ കഴിയാതെ അവൻ കരയുവാനായിട്ട് മാത്രം കരയാൻ പോലും നിവൃത്തിയില്ലാതെ വിങ്ങിപ്പൊട്ടിയ വിഷയങ്ങളുമായി കർത്താവിന്റെ പാദപീഠത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം എന്നും അങ്ങനെ കിടക്കാൻ സമ്മതിക്കത്തില്ല. ഹന്നായുടെ ജീവിതത്തിൽ 1-ാം അധ്യായം വായ അടഞ്ഞത് അവൾക്ക് ഒരുപക്ഷെ ഹല്ലേലൂയ അവളുടെ ഭർത്താവുകൾക്ക് അനുകൂലം നന്നായിട്ട് പെനീനയോട് സംസാരിക്കാൻ അവൾക്ക് അധികാരവും അനുവാദവും ഉണ്ടായിരുന്നു. എന്നാലും ഹല്ലേലൂയ അവൾക്ക് മനസ്സിലായി, ഹന്നയ്ക്ക് മനസ്സിലായി, പെനീന എന്നെ വിഷമിപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്നത് എന്റെ ജീവിതത്തിലെ ശൂന്യത നിമിത്തമല്ലേ. പെനീനയ്ക്ക് ഒരിക്കലും എന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയുകയില്ല. മാത്രമല്ല എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വിടുതൽ തന്നു കഴിഞ്ഞാൽ പിന്നെ പെനീനയ്ക്ക് മിണ്ടാൻ സാഹചര്യം ഉണ്ടാകില്ല, പിന്നെ പെനീനയ്ക്ക് മിണ്ടാൻ അവസരം ഉണ്ടാകില്ല. എത്ര പേര് പകൽക്കാലം വിശ്വസിച്ച് യഹോവേ എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് ഉപവാസ പ്രാർത്ഥന തരണമേ. ഹല്ലേലൂയ. റീഗമനകളുടെ ചില പെനീനാമാർ അധരങ്ങളെ അടയ്ക്കുമാർ. റിബനഘടക ശബ്ദ പ്രൗഢമനഗസി അന്തര ദൈവസനെ കടന്നു വന്ന് കരയുവാൻ എത്ര പേർക്ക് കഴിയും? അവനോട് വാക്കുകൾ പുറത്തു വരാതിരുന്നപ്പോൾ അവൻ പുരോഹിതൻ പോലും തെറ്റിദ്ധരിച്ചു പോയി. എങ്കിലും ആ പുരോഹിതന് മനസ്സിലായപ്പോൾ പുരോഹിതൻ അവളെ അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിൽ ശിരസ വഹിച്ചിട്ട് അവൾ ദൈവസനിൽ നിന്നും സന്തോഷത്തോടെ മടങ്ങിപ്പോയി. 2-ാം അധ്യായം പറയുന്നത് യഹോവയാൽ എന്റെ കൊമ്പ് ഉയർന്നിരിക്കുക, യഹോവയാൽ എന്റെ വായ തുറന്നിരിക്കുക, ദൈവമനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് ആ വിഷയത്തിന് മേൽ മറുപടി വന്നു. ഞാൻ പറഞ്ഞു വന്നത് മാനുഷികമായി വരുന്ന പ്രതികൂലങ്ങളെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കുടുംബത്തിനകത്തുനിന്നോ ജോലി സ്ഥലങ്ങൾക്കകത്തുനിന്നോ സഹോദരങ്ങൾക്കകത്തുനിന്നോ എവിടെ നിന്നുള്ള പ്രതികൂലം ആരെങ്കിലും അനുഭവിക്കുന്നില്ല. വെറുതെ പരിശുദ്ധമോ പറയില്ലല്ലോ. ആരെങ്കിലും ഉണ്ടെന്ന് അറിയുന്നു. നിങ്ങളോട് ദൈവത്തിന് ആത്മാ പറയുന്നു, മൗനമായിരുന്ന നിന്റെ വിഷയത്തെ ചുറ്റണം. മൗനമായിരിക്കാൻ പറഞ്ഞിട്ട് മനുഷ്യന്റെ മുമ്പിൽ മാത്രമേ മൗനമാകാവുള്ളൂ. നിനക്കൊരു സന്നിധിയുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു സന്നിധിയുണ്ട്, കരയുന്ന ഒരു സന്നിധിയുണ്ട്, നിലവിളിക്കാൻ ഒരു സന്നിധിയുണ്ട്. നിന്റെ സങ്കടം മുഴുവനും പറയുവാൻ ഇടം നിനക്കുണ്ട്. ആ ഇടത്തു വന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ഹല്ലേലൂയ. യെരിഹോവിന്റെ മുൻപിൽ വന്നപ്പോൾ ദൈവം ജോഷുവോട് പറഞ്ഞു, മൗനമായി ചുറ്റിക്കൊള്ളണം. റീഗമനഘടക ശാന്തി അർത്ഥം നീ പ്രാർത്ഥിക്കുക. റീഗമനഘ ശംദൽക്കമനഘടകജസി അന്തരാധകനഘടകലഘടക എല്ലാ വിഷയവും തുറന്നു പറഞ്ഞ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നിന്റെ രഹസ്യമായ വിഷയത്തെ പോലും നന്നായി അറിയുന്ന ഒരു കർത്താവ് രഹസ്യ വിഷയങ്ങളുമായി ദൈവസഭയെ കരയുന്ന പ്രിയ സഹോദരിയെ, നിന്റെ വിഷയത്തിന് മേൽ ദൈവം ഒരു ആർപ്പിന്റെ സമയം കൊണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് സമയത്തേക്ക് മൗനമായിരുന്ന നിന്നെ അവൻ പിന്നീട് ദൈവം വായ തുറക്കിപ്പിക്കുമ്പോൾ ഒരു സാധാരണ ഒരു വായ തുറപ്പിനല്ല, ഒരാർപ്പിന്റെ ജയഘോഷത്തിന് വേണ്ടി ഹല്ലേലൂയ. ആർപ്പിന്റെ ജയഘോഷത്തിന് വേണ്ടി സ്വർഗം നിന്റെ അതിരത്തെ തുറക്കുവാൻ പോകുക. ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, ഇന്ന് വരെ നീ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ, മാത്രമല്ല നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലം അവൻ ആർക്കും ഒരു കേട് വരാതെ വേണം ദൈവത്തിന്റെ കരം അത് പ്രവർത്തിച്ചു എന്ന് വ്യക്തമായി തെളിയുമാറ് ദൈവം തന്നെ ഇറങ്ങി വന്ന വിഷയത്തിനകത്ത് മറുപടി കൽപ്പിച്ചു എന്ന് വ്യക്തമാകുമാറ് അത് അകത്തോട്ടും വീണില്ല, പുറത്തോട്ടും വീണില്ല. ആ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അത് താണുപോയതുപോലെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ ദൈവജനത്തിന് വേണ്ടി ദൈവത്തിന്റെ വിടുതലുകളെ സംഭവിക്കുക. ഈ പകൽക്കാലത്തിൽ എരിഹോ മതിലുകൾ അവൻ വാഗ്ദത്തിന് തടസ്സമായി നിൽക്കുന്ന മുൻപോട്ടുള്ള ഗമനങ്ങൾക്ക്, യാത്രകൾക്ക്, വിദ്യാഭ്യാസങ്ങൾക്ക്, അവൻ ജോലികൾക്കൊക്കെ തടസ്സമായി നിൽക്കുന്ന, ആത്മീക ഗമനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന, ആരാധനാ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന, ദൈവിക ശുശ്രൂഷകൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മതിലുകളും, മാനുഷികമായ സകല മതിലുകളും യേശുവിന്റെ നാമത്തിൽ, എല്ലാ അടിച്ചമർത്തലുകളും, എല്ലാ പ്രതിസന്ധികളും യേശുവിന്റെ നാമത്തിൽ താളടിയാവട്ടെ. അങ്ങനെ ജോഷുവ കടന്നു. ഇത്രയും ഭാഗം നമുക്കറിയാം. ഇത് പറയാനല്ല ഞാൻ വന്നത്. അതിന്റെ 6-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം, ജോഷുവ ചാപ്റ്റർ 6 വേഴ്സ് 26 ഇങ്ങനെ പറയുന്നു, അക്കാലത്ത് ജോഷുവ ശപഥം ചെയ്തു,
ഈ എരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. ഇത് പറയാനാ ഞാൻ നിങ്ങളോട് പകൽക്കാലം ദൂത് പറയുന്നത്. ഇതുവരെ നിന്നെ തടഞ്ഞു നിർത്തിയ ആ എരിഹോവ് ഇനി ഒറ്റ ഒരുത്തനും പണിയുകയില്ല. ഇനി എന്റെ അടുത്ത തലമുറകൾ വരുമ്പോൾ, ഇനി എന്റെ അടുത്ത വ്യക്തി വരുമ്പോൾ, ഈ എരിഹോ മതില് ഇനി ഒരുത്തനും അവൻ തടസ്സമായി നിൽക്കരുത്. ഈ വിടുതലിനെ ഞാനൊരു ജ്ഞാപകമാക്കി മാറ്റുക, ഞാൻ ഇതിനൊരു റിമംബറൻസ് ആക്കി മാറ്റുക, ഞാൻ ഇതിനൊരു അടയാളമാക്കി മാറ്റുക. റീഗമനക ഇന്ന് പകൽക്കാലം വിടുതലുകളെ ഏറ്റെടുത്ത പ്രിയ ദൈവവേദനയെ അല്ല, വിടുതലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ നിങ്ങൾ വിശ്വസിക്കണം. എനിക്ക് ലഭിക്കുന്ന വിടുതലിനെ ഞാനൊരു ജ്ഞാപകമാക്കി മാറ്റുകയാണ്. ഇനി മേലാൽ ഇവിടെ ഞാൻ വായിക്കണം, വചനം ശ്രദ്ധിച്ചു വായിക്കണം. ഇവിടെ ജോഷുവ ശപഥം ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മുടെ സമയക്കുറവുകൊണ്ട് പശ്ചാത്തലം എല്ലാം എനിക്ക് കഴിയത്തില്ല. ജോഷുവ ശപഥം ചെയ്തു എന്ത്? ഇനി മേലാൽ ഈ എരിഹോ നഗരം ആരും പണിയത്തില്ല. ആരെങ്കിലും പണിയുവാനായിട്ട് താല്പര്യപ്പെട്ടാൽ അതിന് അടിസ്ഥാനം ഇടുമ്പോൾ മൂത്ത മകനും അതിന്റെ വാതിൽ വെക്കുമ്പോൾ, കട്ടള വെക്കുമ്പോൾ ഇളയവനും മരിക്കുമെന്ന് എന്ന ദൈവത്താൽ മോശ അവിടെ ശപഥം ചെയ്തു. റീഗമ ശംദൽഖമന. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഒരു ശപഥം എടുക്കാൻ കഴിയും? നമുക്കറിയാം ജോഷുവയുടെ കാലം കഴിഞ്ഞു, പിന്നെ ന്യായാധിപന്മാർ വന്നു. ന്യായാധിപന്മാർക്ക് ശേഷം ഹല്ലേലൂയ ശൗൽ രാജാവ് വന്നു. ശൗലിന് ശേഷം ദാവീദ് വന്നു. ദാവീദിന് ശേഷം ശലോമോൻ. ശലോമോന് ശേഷം രഹബയാം. രഹബയാമിന്റെ കാലത്ത് ഇസ്രായേൽ രണ്ടായി പിരിഞ്ഞു. വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും യഹൂദ എന്നും ഇസ്രായേൽ എന്നും പിരിഞ്ഞു. ഇസ്രായേലില് ഒരു രാജാവ് വന്നു, അവന്റെ പേര് ആഹാബ് എന്ന. നമുക്കറിയാം, നിങ്ങൾ വിചാരിച്ചോണം എത്രത്തോളം കാലങ്ങൾ കഴിഞ്ഞുവെന്ന്, എത്രത്തോളം കാലഘട്ടങ്ങൾ കഴിഞ്ഞുവെന്ന്. ഉടകമനകശ് എന്നാലും പിശാചിന് വലിയൊരു പ്രത്യേകത. ഇനി എത്ര കാലം കഴിഞ്ഞാലും അവൻ പിന്നെയും അതിനെ പണിയാൻ നോക്കും, പിന്നെയും പണിയാൻ നോക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാനും നിങ്ങളുടെ വിഷയത്തിന് മേൽ സ്റ്റോപ്പ് ഇട്ടാൽ, ദൈവാത്മാവിൽ നിയോഗത്താൽ ഞാനും നിങ്ങൾ അതിന് വിഷയത്തിന് മേൽ ഒരു പരിഹാരം വെച്ചു കഴിഞ്ഞാൽ, ഇനി എത്ര തലമുറ കഴിഞ്ഞിട്ടാണെങ്കിലും ഏത് ശക്തി വന്നതിനെ പണിയാൻ നോക്കിയാലും ഞാനും നിങ്ങളും വിട്ട് അതിനെ മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ നമുക്കറിയാം 18-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അഹാബിന്റെ കാലത്ത് ഒരു ബേഥേലിനായ ഹിയേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ബേഥേലിനായ 1 രാജാക്കന്മാർ 16:34 ബേഥേലിനായ ഹിയേൽ എരിഹോ പണിതു. എന്നാൽ ഹല്ലേലൂയ അവൻ പണിയാൻ തുടങ്ങിയപ്പോൾ അവന്റെ മൂത്ത മകനും അവന്റെ ഇളയ മകനോട് നഷ്ടപ്പെട്ട പണി അവിടെ അവസാനിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. അവിടെ പറയുന്നത് ജോഷുവ പറഞ്ഞല്ല, യഹോവയുടെ കൽപ്പന പ്രകാരം ജോഷുവ പറഞ്ഞതുപോലെ ദൈവം അവിടെ ചെയ്തു. എന്റെ ദൈവം ഒരു കാര്യം പറയട്ടെ, പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവത്തിലെ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് ഒരു ദൂതുണ്ടല്ലോ, അത് ദൈവത്തിന്റെ ദൂതായിട്ട് ഏറ്റെടുത്ത് നിങ്ങൾ അതിനെ അതുപോലെ ചെയ്യണം. പലപ്പോഴും നമുക്ക് മടിയാ, ഇത് ദൈവം പറഞ്ഞത് തന്നെയാണോ, അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ പറയാമോ? അവൻ ശക്തനായ ഏലിയാവ് ആഹാബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞുമഴ ഉണ്ടാകത്തില്ലെന്ന്. ഏലിയാവ് പറഞ്ഞിട്ടാണോ പോയി പറഞ്ഞത്? പക്ഷെ ഏലിയാവിനറിയാം, എന്നോട് പറഞ്ഞൊരു ദൈവമുണ്ട്. എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് പറഞ്ഞൊരു ദൈവമുണ്ട്. ആ പറഞ്ഞത് ഞാൻ പറയുന്നത് എന്റെ പേരിലല്ല, എന്നെ അയച്ചു ചെയ്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരിലാണ് ഞാൻ പറയുന്നത്. ഇന്ന് പകരം ഞങ്ങളെ വിശ്വാസത്തോട് ആഹ്വാനം ചെയ്യുക. ആത്മാവിൽ ചില വിഷയങ്ങളെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് വെളിപ്പെടുന്ന വിഷയങ്ങളുമേൽ ഇന്ന് പകരക്കാലം സ്റ്റോപ്പ് ഇടുവാൻ ഇടയാകുമെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാകുമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുകയാണ്. ജോഷുവ ശപഥം ചെയ്ത് ജോഷുവയുടെ സ്വന്തം ഇഷ്ടത്തിലില്ല. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഓരോ വാക്കും എന്റെ സ്വന്തം ഇഷ്ടത്തിൽ പറയുകയല്ല, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നത് അത് അതുപോലെ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് 100% വിശ്വാസമുണ്ട്, ഇതിന് മുഴുവൻ ഉത്തരവാദി എന്റെ ദൈവം തന്നെ. ഹല്ലേലൂയ. നാം എന്നും ഹല്ലേലൂയ ആയിരിക്കുന്ന അനുഭവമല്ല,
ഒരുപടി നമുക്കൊന്ന് മുകളിലോട്ട് വളരണം. കർത്താവെ എന്നെ വിടുവിക്കണേ, എന്നെ വിടുവിക്കണേ. വിടുതൽ പ്രാപിക്കുകയല്ല, ഈ ഉപവാസ പ്രാർത്ഥന ചില വിടുതലുകളെ കൽപ്പിക്കുന്നവരായി മാറട്ടെ. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ വരും തലമുറകൾക്ക് വേണ്ടി ചില ശേഷിപ്പുകളെ, ചില ദൈവിക അനുഗ്രഹങ്ങളെ പകർന്നു കൊടുക്കുന്ന ഉപവാസ പ്രാർത്ഥനയായി മാറട്ടെ. ഒത്തിരി ഉപവാസം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് മാത്രം അങ്ങനെയല്ല, ഇതൊരു വ്യത്യസ്ത ഉപവാസമായി മാറട്ടെ, ഇതൊരു വ്യത്യസ്ത പ്രാർത്ഥനയായി മാറട്ടെ. ആമേൻ. ഞാൻ പ്രാപിച്ച വിടുതലിനെ ആമേൻ എന്റെ തലമുറകളിലേക്ക് ഞാൻ കൈമാറുകയാ. ശാഖമനഘടക സംധനാരിമനഘടകസി റീഗമനഘടകരക. ഈ പ്രതികൂലം, ഞാൻ അനുഭവിച്ച പ്രതിസന്ധി, ഞാൻ അനുഭവിച്ച പാരമ്പര്യ രോഗം എന്നെ കൊണ്ട് തീരണം. ഹല്ലേലൂയ. പാരമ്പര്യം പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമാ, ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടാ പറയുന്നത്, ഭയങ്കര അഭിമാനമായിട്ടാ പറയുന്നത്. പപ്പായ്ക്ക് ഉണ്ടായിരുന്നു, പപ്പായുടെ പപ്പായ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ, അതുകൊണ്ട് എനിക്കും വന്നിട്ടുണ്ട്. എത്ര സന്തോഷം പറയാൻ. അത് പറയാനാണോ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ വില തന്നവൻ തന്റെ സ്വന്തം ജീവനെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി യാഗമാക്കി ക്രൂശിൽ മരിച്ചത് പഴയ പാരമ്പര്യം പറയാനാണോ, അതോ ക്രൂശിലെ വിടുതൽ പറയാനാണോ, അതോ ക്രൂശിലെ അനുഗ്രഹം പറയാനാണോ? ആരെങ്കിലും എവിടെയെങ്കിലും പ്രതിസന്ധി വന്നാൽ അപ്പുറത്തെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലും അങ്ങനെയൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് എന്റെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടോ? അത് പറയാനാണോ എന്നെയും നിങ്ങളെ ഈ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്നത്? ഞാൻ നിങ്ങളും ആരാ? ഈ ഭൂമിയിൽ കർത്താവിന്റെ അംബാസിഡേഴ്സ് അല്ലേ? കർത്താവിന്റെ അംബാസിഡറെ നീ എന്ത് പറയണം? ഒരു അംബാസിഡർ രാജ്യത്തിലാക്കിയാൽ ആ രാജ്യത്തിന്റെ സ്ഥിതിയെ കുറിച്ച് പറയാനാണോ, അതോ തന്നെ ആക്കിയ രാജ്യത്തെ കുറിച്ച് പറയാനാണോ? ആ രാജാവും അല്ലെങ്കിൽ ആ രാജ്യം ശമ്പളം കൊടുത്ത് മാന്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തോടെ ആക്കിയിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ഇന്ന് വരെ ജയോത്സവമായി, ക്ഷേമമായി, അനുഗ്രഹമായി, നല്ല വീടുകളെ തന്ന്, നല്ല വാഹനങ്ങളെ തന്ന്, നല്ല തലമുറകളെ തന്ന്, എല്ലാ നല്ല സാഹചര്യവും തന്നിരിക്കുന്നത് എന്തിനാ? ആക്കിയവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. ഓ, നിങ്ങൾ രാജാക്കന്മാരാ, നിങ്ങൾ പുരോഹിതന്മാരാ. രാജാവ് എന്താ പറയുന്നത്? രാജാവ് കെഞ്ചുകയാണോ? രാജാവ് യാചിക്കുകയാണോ? അല്ലല്ലോ, രാജാവ് കൽപ്പിക്കുകയാ. ശീഖമനവ നാം യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവന്റെ സിംഹക്കുട്ടികളാ. റീഗമനവ ശംദൽക്കമനഗസി യാരഗദരാദൽക്കമനഗടഗസി. എത്ര പേർക്ക് ആത്മാവിലൊന്ന് ഗർജിപ്പാൻ കഴിയും, ആത്മാവിലൊന്ന് കൽപ്പിക്കാൻ കഴിയും? ജൂരമന ഹംദരഗരഗടഗസി ഹംദര റീബനഗടഗലഗട. ഉപവാസ പ്രാർത്ഥന ആമേ ചില ഗർജനങ്ങളുടെ ദിവസങ്ങളായി മാറട്ടെ. റീഗമനവരവരവ ശംദൽക്കമനഗടഗസി. ആമേൻ. സിംഹം ഇരപിടിക്കുവാൻ വരുമ്പോൾ, സിംഹം ഇരപിടിക്കുവാൻ വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ, അതിനെ കണ്ടിട്ട് ഒരിടയക്കൂട്ടം മുഴുവനും വന്ന് അവനെ നേരെ കൂക്ക് വിളിച്ചാലോ, ശബ്ദമുണ്ടാക്കിയാലോ, അത് അനങ്ങിയോ ഞരങ്ങിയോ മൂളിയോ ചെയ്യാതെ താൻ വന്ന കാര്യത്തെ ലക്ഷ്യം പ്രാപിച്ചിട്ട് മടങ്ങുന്നത് പോലെ അഭിഷേക്തരെ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഗോലിയാത്തിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ പുറകോട്ട് മാറാനുള്ളതല്ല. അഭിഷേകം പ്രാപിച്ചവരെ അഭിഷേകത്തിന്റെ വില നാം മനസ്സിലാക്കണം. അഭിഷേകം എന്തിനാണ് നമ്മെ അഭിഷേകം ചെയ്തത്? അവൻ നമ്മെ എന്തിനാ അഭിഷേകം ചെയ്തത്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലെ ശക്തിപ്പെടും. എന്തിന്? വീട്ടിൽ ഉറങ്ങാനോ, ഭയം പറയാനോ, പേടിച്ചിരിക്കാനോ, നിരാശ പറയാനോ, തിന്മ പറയാനോ അല്ല, പിശാചിനെ അവന്റെ തന്ത്രങ്ങളെ എതിർത്തു നിൽക്കേണ്ടതിന്. വെറുതെയാണോ നിന്നെ നിർത്തിയിരിക്കുന്നത്? സർവോയുധ വർഗം ധരിപ്പിച്ചാ നിർത്തിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവരെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽക്കാലം ഈ 25 ഡിവൈസുകളിലും വ്യാപരിച്ചു നിൽക്കട്ടെ. ഞാൻ എല്ലാവരോടുമായി ദൂത് പറയുന്നത്, നിങ്ങൾ വ്യക്തിപരമായ ദൂതിന് വേണ്ടി കാത്തിരിക്കരുത്. പറയുന്ന ദൈവത്തിന്റെ ദൂതിനെ അതുപോലെ ഏറ്റെടുക്കുവാൻ ആത്മാവ് പറയുന്നു. ശുഖമനവ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി, വളരെ ചന്തമായി, വളരെ ഉചിതമായി നമ്മുടെ ഇടയിൽ വ്യാപരിച്ചുകൊണ്ട് നിൽക്കുക. ആ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, ദൈവം തന്റെ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലുമാ വെളിപ്പെടുത്തുന്നത്.
അനേകം അത്ഭുതങ്ങളെ, അനേകം വിടുതലുകളെ നാം അനുഭവിച്ചവരാ. വചനത്തോളം വിടുതലുകൾ, വചനത്തോളം സൗഖ്യങ്ങൾ, വചനത്തോളം സമാധാനങ്ങൾ. വചനം വഴി തുറക്കുന്നതാ, വചനം അതിവേഗം ഓടുന്നതാ, വചനം പ്രതികൂലയുടെ മേൽ ജയമെടുക്കുന്നതാ, അത് പാറയെ തുറക്കുന്ന ചുറ്റിയ, അത് ഇരുവാത്തുള്ള ഏത് വാള്യങ്ങൾ മൂർച്ചയേറിയതാ. ഇന്ന് പകൽക്കാലം ചൂടാപറഞ്ഞ വെല്ലുവിളികളെ, ചില ഗോലിയാത്തിയ വെല്ലുവിളികളെ അമേൽ കാൽ കീഴെ മുട്ടുമടക്കിപ്പിക്കുന്ന പകൽക്കാലമായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റൂപനഘടക ശംദൽ കമനഗർ ആദര വൈഡൽ പ്രൗഢ രഗജ റിഗതകരാധ ശംദൽ കമനഗർ ഔഡ. ആമേൻ, ഹല്ലേലൂയ. മൗനമായിരുന്നവന്റെ മേൽ, അധരത്തിന്റെ മേൽ ദൈവം അവർ അധികാരം കൊടുക്കും. യെസ്, 100%. അത് കുറെ നാള് ദൈവം നിനക്ക് മൗനമായിരിക്കാൻ അനുവദിച്ചെങ്കിൽ നിന്റെ അധരത്തിന്റെ മേൽ ദൈവം ഒരു അധികാരം കൽപ്പിച്ചിരിക്കും. പക്ഷെ നമ്മുടെ വിഷയം മൗനമാകാൻ പറയുമ്പോൾ മൗനമാകത്തില്ല, കൽപ്പിക്കാൻ പറയുമ്പോൾ കൽപ്പിക്കത്തുമില്ല. ഇതാ വിഷയം. മൗനമാകാൻ പറയുമ്പോൾ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും, കൽപ്പിക്കാൻ പറയുമ്പോൾ വായുവടച്ച് കൂട്ടിയിരിക്കും. ഇതാ നമ്മുടെ വിഷയം. ഇന്ന് പകൽക്കാലം ചൂടമനഘടക ശംദൽ പ്രൗഢമാനകസി, മൗനമായിരുന്നവരെ ഞാൻ നിങ്ങളോട് പറയുന്നു, കുറെ നാളുകൾ, ചില വർഷങ്ങൾ ഞാൻ മൗനമായിരുന്നവളാ. എനിക്ക് മിണ്ടുവാൻ അനുവാദമില്ലാഞ്ഞിട്ടല്ല, അധികാരമില്ലാഞ്ഞിട്ടല്ല, അവസരമില്ലാഞ്ഞിട്ടല്ല. ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ മൗനമായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ മൗനമായിരുന്നു എന്ന് പൂർണ്ണ ഉറപ്പുള്ളവരെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിലേക്ക് സമർപ്പിച്ചിട്ട് പറയാൻ കഴിയും, എന്റെ നാവിന്മേൽ എന്റെ ദൈവം ഒരു അധികാരം കൽപ്പിച്ചിട്ടുണ്ട്. അത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുപോ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക. അധികാരത്തെ ഉപയോഗിക്കണം. ഈ ശപഥം ചെയ്യണം, ഇനി മേലോ ഈ എരിഹോ എന്റെ മുൻപിലോ എന്റെ തലമുറയുടെ മുമ്പിലോ നിൽക്കുകയില്ല. ശരകമനഘടകധര. ഏത് എരിഹോ നിന്നെ ഞെരുക്കിയത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. എന്റെ മുൻപിലുള്ള എരിഹോ ആയിരിക്കില്ല നിങ്ങളുടെ ഓരോരുത്തരുടെ മുൻപിലുള്ള എരിഹോ എന്ന് പറയുന്നത്. പക്ഷേ ഹല്ലേലൂയ, ഞാൻ എന്നുള്ള എരിഹോവിന്റെ സമാന വിഷയം കടന്നുപോയവരാണെങ്കിൽ എന്റെയും നിന്റെയും നാവിൽ ദൈവം ഒരു അധികാരം കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അധികാരത്തെ യൂസ് ചെയ്യുക. ഇത് ഉപയോഗിക്കാനുള്ളതാ പ്രിയമുള്ളവരെ, ഇത് ഉപയോഗിക്കുവാനുള്ളതാ. അതുകൊണ്ട് കർത്താവ് താലന്ത് അങ്ങോട്ട് തന്നത് കുഴിച്ചിടാനല്ല. റീഗമനഘടക ശംദൽക്കമനവ, ദൈവം നമുക്ക് നൽകുന്ന അധരം അത് ദൈവത്തിന് വേണ്ടി തുറക്കുവാനുള്ളതാ. റീഗമാന ശംദരാഘടക ശൈലൽക്കമനഘടകസി അന്തര റിഗമന രോഗബന്ധനങ്ങളെ നോക്കി അഴിഞ്ഞു മാറാൻ കൽപ്പിക്കാമോ? ചില സാമ്പത്തിക പ്രതിസന്ധി നോക്കി പകൽക്കാലം വിട്ടുമാറാൻ കൽപ്പിക്കാമോ? അടഞ്ഞിരിക്കുന്ന വാന്ന് കൽപ്പിക്കാമോ? തുറന്നു വാന്ന് കൽപ്പിക്കാമോ? റൂപാരാഘ രേഖാമാന ശംദല വഴി കൽപ്പിക്കുവാനുള്ള ഉപവാസവും പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഞാൻ മുൻപോട്ട് ഓടിപ്പോകട്ടെ. ഇവിടെയൊക്കെ നിൽക്കുവാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ സമയം നമ്മളെ ഒട്ടും അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. അടുത്ത വേഗത്തിൽ ഞാൻ പറയാം. എസ്തേറിന്റെ പുസ്തകം, അത് 10-ാം അധ്യായം, ഹല്ലേലൂയ, 9-ാം അധ്യായം, അതിന്റെ 30-ാമത്തെ വാക്യം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ വാക്യമാണ്. ഹല്ലേലൂയ. എസ്തേർ 9:30. യഹൂദനായ മൊർദെഖായിയും എസ്തേർ രാജ്ഞിയും അവർക്ക് ചട്ടമാക്കിയിരുന്നതുപോലെയും അവർ തന്നെ തങ്ങളുടെ ഉപവാസത്തിന്റെയും കരച്ചിലിന്റെയും സംഗതികളെ തങ്ങൾക്കും സന്തതികൾക്കും ചട്ടമാക്കിയിരുന്നത് പോലെയും. വായിക്കുന്നില്ല ബാക്കി. ഹല്ലേലൂയ. ഭാഗം പറഞ്ഞാൽ മാത്രം വരിക. ഉപവാസവും പ്രാർത്ഥനയും ചട്ടമാക്കിയ ഒരു എസ്തേറും മൊർദെഖായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് സാഹചര്യം മുഴുവനും അറിയാം. എസ്തേറിന്റെ പുസ്തകം നമുക്ക് കാണാതെ അറിയാം. എല്ലാ ഓരോ വാക്കുകളും നമുക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൽ ഒരു ഹാമാൻ തീരുമാനമെടുത്തു. ഈ ഒരു വർഷമുണ്ടെങ്കിൽ, അതിന് 12-ാം മാസമുണ്ടെങ്കിൽ, അതിനൊരു 13-ാം തീയതി ഉണ്ടെങ്കിൽ, ആമേൻ, ഈ ജനത്തെ ഞാൻ കൊന്നു മുടിക്കും. ആരെയാ? യഹൂദനെ, പ്രമാണമുള്ളവനെ, അവൻ വിശ്വാസമുള്ളവനെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ, ദൈവത്തിന്റെ ജാതിയെ അവന്റെ മുമ്പിൽ നോക്കുമ്പോൾ അവർ ചിഹ്നിച്ചതിൽ കിടക്കുക. ഒരു വല്ലാത്ത ജാതിയാ. അവനെ കൊന്നുമുടിക്കും. ആര് നിമിത്തം? ഒരു യഹൂദനായ മൊർദെഖായി നിമിത്തം. എന്ത് നിമിത്തം? ഹാമാന്റെ മുമ്പിൽ കുമ്പിടുന്നില്ല എന്നുള്ള ഒറ്റ കാരണ നിമിത്തം. റീബനക ശംദന റഗത്തന റബൻകനാരവക്ഷസി ജൂഡലവനഘടക ദിവിൽക്കമ. പക്ഷേ വേറൊരു കാര്യം മറന്നു പോകരുത്. ശത്രു എനിക്കും നിനക്കും വേണ്ടി ചില തീയതികൾ കുറിക്കുന്നതിന് മുന്നമേ ദൈവം ചിലത് കുറിച്ചിട്ടുണ്ട്. യെസ്,
മൊർദെഖാമാനെ, നീ ഈ തീരുമാനം എടുക്കുന്നതിന് മുന്നമേ ഏൽപ്പിക്കേണ്ടവളെ, ആക്കേണ്ടവളെ എസ്തേറിനെ അവിടെ രാജ്ഞിയാക്കി കൊട്ടാരത്തിൽ വിട്ടിട്ടുണ്ട്. ദൈവാത്മാവിനെ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ സമാധാന ദൈവം ദൂത് പറയട്ടെ. എന്റെയും നിന്റെയും വിഷയത്തിൽ പ്രതികൂലം വരുന്നതിന് മുന്നമേ, ഒരു ശത്രു എനിക്കും നിനക്കും നേരെ വിരൽ ചൂണ്ടുന്നതിന് മുന്നമേ, എനിക്കും നിനക്കും മുൻപിൽ ഡേറ്റ് എഴുതുന്നതിന് മുന്നമേ, എനിക്കും നിനക്കും പ്രതിസന്ധിയുടെ വാൾ ഉയർത്തുന്നതിന് മുന്നമേ, എന്റെ ദൈവം കരുതേണ്ടവരെ അവിടെ കരുതിയിട്ടുണ്ട്. പത്രോസിനെ അവൻ ഹല്ലേലൂയ പിടിച്ച് അവൻ കാരാഗ്രഹത്തിൽ ആക്കി. പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഒരു പെസഹ അവിടെ വന്നിട്ടുണ്ട്. ആ പെസഹ വന്നതുകൊണ്ട് അവനെ അവിടെ സൂക്ഷിച്ചത്. കാരണം പെസഹയിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു പെസഹ കുഞ്ഞാട് എനിക്കും നിനക്കും വേണ്ടി അറുക്കപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഒരു കാൽവരി ക്രൂശ് എനിക്കും നിനക്കും വേണ്ടി ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ശത്രു ഇനി എത്ര തീയതി കുറിച്ചാലും, അവനിനി എത്ര തന്ത്രം എനിക്കും നിനക്കും വരെ ഉയർത്തിയെന്നാലും, അവനെടുക്കുന്ന തീരുമാനങ്ങൾക്ക് മുൻപേ ചിലത് ദൈവം ചെയ്തു കഴിഞ്ഞു. ഞാനും നീയും ഭയപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി, അവൻ ഭയപ്പെടുത്തുന്നതിലാ കൽപ്പനകൾ വരുന്നതിന് മുന്നമേ ദൈവം ചെയ്യേണ്ടത് അവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനും നീയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി കേൾക്കുമ്പോൾ കയ്യും കെട്ടി ഇരിക്കുകയല്ല. നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നേരത്തെ അവിടെ എസ്തേറിനെ ആക്കി കഴിഞ്ഞിട്ട് ഇനി എന്നാ രാജ്ഞി ഉണ്ടല്ലോ, അവള് കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് മൊർദെഖായി മാറിയിരുന്നോ? ഇല്ല. മൊർദെഖായി തന്നെ വസ്ത്രം കീറി രേട്ടുകൊടുത്ത് അവൻ സംഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ പട്ടണത്തിന്റെ വാതിക്കൽ പോയിരുന്നു കൈപ്പോടെ കരഞ്ഞു. ഹല്ലേലൂയ. മാത്രമല്ല, ഒരു എസ്തേറിനെ രാജ്ഞി പദത്തിലേക്ക് വിട്ടിട്ട് അവളോട് പോയി രാജ്ഞിയായിട്ടിരിക്കാനല്ല പറഞ്ഞത്. നിന്നെ രാജ്ഞിയാക്കി മാറ്റിയത് ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും നിലവിളിയും അവൻ ദൈവത്തിന്റെ സമർപ്പണവുമാണെങ്കിൽ, നിന്നെ രാജ്ഞിയാക്കിയതിനു ശേഷവും നിനക്കതിൽ നിന്ന് പിന്മാറുവാൻ അവസരമില്ല, അനുവാദമില്ല. നിന്നെ ആക്കിയത് എന്തെന്ന് വെച്ചാൽ നീ എവിടെ ആയിരിക്കുന്നു അവിടെ നീ അത് തന്നെ തുടരണം. ഇന്ന് പലപ്പോഴും നമുക്ക് വന്ന ഏറ്റവും വലിയ അബദ്ധം അവിടെയാ. നമുക്ക് വന്ന ഏറ്റവും വലിയ പരാജയം അവിടെയാ. അമ്മ നമ്മളൊക്കെ കരഞ്ഞും നിലവിളിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ തീരുമാനമെടുത്തും വിശുദ്ധിക്കും പ്രമാണത്തിനും ഒക്കെ ഹല്ലേലൂയ അമ്മ പ്രാധാന്യം കൊടുത്ത് ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നു. ആ തലമുറകളൊക്കെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കണ്ണുനീരുമില്ല, ഉപവാസവും ഇല്ല, പ്രാർത്ഥനയും ഇല്ല. നമുക്ക് പിന്നെ അത് അവരോട് പറയാൻ പോലും നാണക്കേട്. നമ്മൾ പറയത്തില്ലല്ലോ, നമ്മൾ ഉപവസിച്ചിട്ടുണ്ട്. ഞാൻ പിന്നാലെ പറഞ്ഞു വന്നോളാം. അതുകൊണ്ട് പക്ഷെ തലമുറ ഉച്ചവരെ പോലും ഉപവാസം എടുക്കല്ലേ, വലിയ ബുദ്ധിമുട്ടാ. പിന്നെ 10-15 വയസ്സുള്ള കുട്ടികളോട് പോലും രാവിലെ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കുത്തി നിറച്ചിട്ട് അങ്ങോട്ട് വിടുന്നത്. ചത്തുപോകും ഉച്ചവരെ ഉപവസിച്ചു കഴിഞ്ഞാൽ. ഈ പറയുന്നവരൊക്കെ എത്ര ഉപവസിച്ചതാ? സാഹചര്യം മാറി എന്ന് പറഞ്ഞിട്ട് നിന്റെ പ്രാർത്ഥനാ ജീവിതം മാറരുത്. പ്രാർത്ഥന എന്നുള്ളത് ഒരു ദൈവവേദനയുടെ ശ്വാസോച്ഛ്വാസം. നീ എത്ര തവണ എന്റെ ഇത്രയും പ്രാർത്ഥന എത്ര പ്രാവശ്യം ശ്വാസം എടുത്തെന്ന് എനിക്കറിയത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ 2 ദിവസത്തേക്ക് ശ്വാസം എടുക്കുന്നില്ലെന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും എന്റെ ഗതി? ഇത്രയും നാൾ എടുത്തില്ലേ, ഇനിയിപ്പോ 2 ദിവസത്തേക്ക് എടുക്കുന്നില്ല എന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചു നോക്കാം. കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ അത് കണ്ടവരല്ലേ പ്രിയമുള്ളവരെ, അനുഭവിച്ചവരല്ലേ പ്രിയമുള്ളവര്. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവവേദനയുടെ ശ്വാസോച്ഛ്വാസമാ പ്രാർത്ഥനയും ഉപവാസവും. എത്ര നാളായി ഉപവസിച്ചിട്ട്? നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥന എനിക്ക് മനസ്സിലായി. ഈ പറഞ്ഞപ്പോൾ ഉപവാസ പ്രാർത്ഥന ആരുമല്ല ഈ പറയുന്നത്. ആരെങ്കിലും പ്രഖ്യാപിക്കാത്ത 3 ദിവസം ഉപവാസ പ്രാർത്ഥന കാര്യം അല്ല പ്രിയമുള്ളവരെ പറയുന്നത് ഞാൻ. അത് നല്ല കാര്യമാ, അതോടൊപ്പം ദൈവസഭ ചേർന്ന് ഉപവസിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരും പറയാതെ ദൈവം നിന്നോട് പറഞ്ഞിട്ട് നീ എത്ര ഉപവസിച്ചിട്ടുണ്ട്? ആരുടെ ഒരു പ്രഖ്യാപനവും ഇല്ലാതെ, ആരും പറയാതെ ദൈവസഭയിൽ ദൈവദാസൻ 3 ദിവസം ഉപവാസം എന്ന് പറയുമ്പോൾ അയ്യോ സച്ചിൻ ഉപവാസം പറഞ്ഞേക്കോ, ഉപവാസം എടുത്തില്ലെങ്കിലോ? ഉപവാസം എനിക്ക് തോന്നുന്നില്ല ദൈവം അംഗീകരിക്കുമെന്ന്. എനിക്ക് അറിയത്തില്ല, ഞാനൊന്നും വിധിക്കുന്നില്ല. പ്രൈസ്. പക്ഷേ അത് എത്രയോ തവണകളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായിട്ട് പ്ലേറ്റ് കയ്യിലെടുക്കുമ്പോൾ ദൈവാത്മാവ് വിലക്കിയിട്ടുണ്ട്. ആ പ്ലേറ്റ് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്.
അന്നേരം വരെ ദൈവം പറഞ്ഞു കാണത്തില്ല ഇന്ന് ഉപവസിക്കുക. ഇന്ന് ഒരു കാര്യം ഉണ്ടായിട്ടല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ച് പാത്രം കയ്യിലെടുക്കുമ്പോൾ ദൈവാത്മാ വിലക്കിയിട്ടുണ്ട് ഇന്ന് കഴിക്കേണ്ടെന്ന്. ചിലപ്പോ ഉപവാസം ഒരാഴ്ച വരെ നീണ്ടു പോയിട്ടുണ്ട്. ഉപവാസം കഴിയുന്നതിന് മുൻപ് മനസ്സിലാകും എന്തിനു വേണ്ടിയാ ദൈവം പറഞ്ഞതെന്ന്. തലമുറയുള്ള അമ്മമാരെ, എനിക്കുമുണ്ട് 2 കുഞ്ഞുങ്ങൾ. ഞാനും അവരെ വളർത്തിക്കൊണ്ടുവന്നതാ. മൂത്തമോൾക്ക് 24 വയസ്സുണ്ട്, മോൻ 21 വയസ്സുണ്ട്. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 വയസ്സിനോ 5 വയസ്സിനോ ശേഷം ഞാൻ അവർക്ക് ഒരിക്കലും സൺഡേയിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ല. കൃത്യമായിട്ട് ഏജ് എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. ഇന്നും അവരോട് പറയുന്നു ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും. മരിച്ചുപോയില്ല, അവരാരും മരിച്ചുപോയില്ല, ജീവനോട് തന്നെയുണ്ട്. അവരുടെ ബുദ്ധിക്ക് ഒരു കുറവും വന്നില്ല, ഒരു കുഴപ്പവും വന്നില്ല. നന്നായിട്ട് പഠിച്ചു, മാന്യമായ വിദ്യാഭ്യാസം ഇവർക്ക് കൊടുത്തു, മാന്യമായ രാജ്യത്ത് അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കുക. ഇതൊന്നും കഴിവിലല്ല നടന്നത്, ഒന്നും കഴിവിലല്ല. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും വില നാം കുറച്ചു കളയൽ. തലമുറകളെ അത് പഠിപ്പിച്ചിരിക്കണം. നിങ്ങൾ വേറെ ഒന്നും ഇന്ന് കേട്ടില്ലെങ്കിൽ ഈ ഒരു കാര്യമെങ്കിലും കേട്ടിട്ടേ പോകാവൂ. കാലം മാറിയതനുസരിച്ച് കോലം മാറുന്നതല്ല ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ദൈവം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് ഞാനും നീയും പറയുമെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന്റെ ചട്ടങ്ങൾ മാറുമോ? ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് നിനക്ക് മാറാതെ നിലനിൽക്കണമെങ്കിൽ ദൈവമുള്ള ബന്ധത്തിന് എങ്ങനെ മാറ്റം വരും? ഒരു രാജാവ് ഹാമാൻ ശക്തനായ തീരുമാനമെടുത്തതാ. ഒരു വർഷം 12 മാസമുണ്ടെങ്കിൽ 13-ാം തീയതി ഉണ്ടെങ്കിൽ ഈ ജനത്തിനെ മുഴുവനും കൊന്നുകളയുമെന്ന്. എത്രയോ വെല്ലുവിളികൾ എനിക്കും നിനക്കും മുമ്പിൽ വന്നിട്ട് അയ്യോ വെല്ലുവിളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി മാസങ്ങളുണ്ടല്ലോ, സമയമുണ്ട്, ഇനി 12-ാം മാസത്തിലല്ലേ എന്നോർത്ത് ഞാനും നിങ്ങളും തിരിഞ്ഞു കിടന്നിട്ടുണ്ടോ? അതോ ലഭിക്കുന്ന നിമിഷം തന്നെ അവിടെ എന്തുമായിക്കൊള്ളട്ടെ അവിടെ കൊണ്ട് നിർത്തിക്കൊണ്ട് ഉപവസിപ്പാനും കരയുവാനും മാത്രമല്ല ആക്കിയിരുന്ന ഈ നന്മകളിലെ അവിടെ നിന്നുകൊണ്ട് അവളോടും പറഞ്ഞു, എസ്തറിനോടും പറഞ്ഞു, നീ ഉപവസിക്കണം. രാജ്ഞിയൊക്കെ കാര്യം ശരിയാ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ നിനക്ക് യഹൂദന് മറ്റൊരു സ്ഥലത്ത് രക്ഷയുണ്ടാകും, നീ നിന്റെ പിതൃഭവനം നശിച്ചു പോകും. അവൾക്ക് മനസ്സിലായി, ഞാൻ രാജ്ഞിയൊക്കെ ആണെങ്കിലും എനിക്ക് ഉപവാസമില്ലാതെ പ്രാർത്ഥനയില്ലാതെ എനിക്കൊരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് പോകാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാ പ്രിയമുള്ള, എനിക്കറിയില്ല ആത്മാവിനോട് ഇങ്ങനെ പറയുന്നെന്ന്. എന്തുകൊണ്ടാണ് അനേകം കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത്? കഴിവില്ലാഞ്ഞിട്ടാണോ? വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടാണോ? ജോലി ഇല്ലാഞ്ഞിട്ടാണോ? ഒറ്റ കാര്യമില്ല, ഉപവാസവും പ്രാർത്ഥനയും ദൈവഹിതം അന്വേഷിക്കലും ഇല്ല. രാജ്ഞിയായിരുന്ന എസ്തറിന് മനസ്സിലായി ഈ വിഷയത്തിൽ എനിക്ക് എന്റെ പദവി കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയും, എന്റെ വിദ്യാഭ്യാസം ഒന്നും ചെയ്യാൻ, സർട്ടിഫിക്കറ്റ് ആരോടോ തലമുറോട് ദൈവത്തിനാണ് ശക്തമായി പറയുന്നു, സർട്ടിഫിക്കറ്റ് നിന്നെ രക്ഷിക്കുകയില്ല. അത് മാറ്റി വെച്ചിട്ട് ദൈവത്തിൽ നിലവിളിപ്പാൻ തയ്യാറാകുമെങ്കിൽ ദൈവിക വിടുതൽ എന്നെ നിന്നെ തേടി വരുന്നു എന്ന് പറയുന്നു. റീതൽ പ്രൗഢമനഘടക ശൈഡ യേശുവിന്റെ നാമത്തിൽ ദൈവിക വിടുതൽ സംഭവിക്കട്ടെ. ഉപവസിക്കുന്ന കരയുന്ന പ്രാർത്ഥി ദൈവത്തിന് വേണ്ടി ചില മറികടന്ന അനുഗ്രഹം വസ്തിയെ നീക്കി എസ്തേറിനെ ആക്കിയതുപോലെ ഒരു ദൈവിക അനുഗ്രഹം വരുന്നതിന് ഇടയ്ക്ക് കയറി ദൈവാത്മാവ് പറയുകയാ. റീബനഘടക റിഖംസേ റിയാനപരഘടക ഷൗഡൽക്കമനഗച്ഛസി അന്തന വൈകമനഘടക ചൗസിയ റബനഘടക. 4-ാം അധ്യായം 3-ാം അധ്യായം തീരുമ്പോൾ ശൂഷൻ രാജധാനി കലങ്ങിപ്പോയത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ 8-ാം അധ്യായം വരുമ്പോൾ പറയുന്നുണ്ട് ഹല്ലേലൂയ. അവൻ 16-ാം വാക്യത്തിൽ പറയുമ്പോൾ യഹൂദന്മാർക്ക് ആനന്ദവും പ്രകാശവും ഉണ്ടായി, ശൂഷൻ പട്ടണം ആർത്തുല്ലസിച്ചു. ഇവിടെ നമുക്ക് എല്ലാവർക്കും ആവശ്യമാ, ഇവിടെയൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളവരുമാ. ഇവിടെയല്ല എന്റെ ദൂതിന്ന് പകർക്കാൻ നിങ്ങളോട് പറയാനുള്ളത്. ആധാർ മാസത്തിലെ 12-ാം മാസമായ ആധാർ മാസത്തിന്റെ 13-ാം തീയതിയെ നമുക്കറിയാം. 9-ാം അധ്യായം സമയം കൊണ്ട് വായിക്കുന്നില്ല. 20-ാം വാക്യം മുതൽ താഴോട്ട് അതിന് ആഘോഷത്തിന്റെ ഉല്ലാസത്തിന്റെ സമ്മാനങ്ങൾ കൈമാറുന്നതിന്റെ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നതിനെ ഒക്കെ വലിയ ആഘോഷങ്ങളാക്കി മാറ്റി. ഇന്ന് നമുക്ക് ആഘോഷത്തിന് ഒരു കുറവില്ല ആഘോഷത്തിന്. ബർത്ത്ഡേ വരാനിരിക്കുക, പിന്നെ ഇന്നിപ്പോ എല്ലാ ആഘോഷവും ഞാൻ എല്ലാം പറയുന്നില്ല, മൊത്തം ആഘോഷമേ ഉള്ളൂ, സെലിബ്രേഷനേ ഉള്ളൂ. പക്ഷെ സെലിബ്രേഷൻ ഇല്ലാതെയും ജീവിക്കാമെന്ന് കോവിഡ് നമ്മളെ കുറച്ചു നാൾ പഠിപ്പിച്ചു അല്ലെ. കേക്ക് മുറിക്കാതെയും ബർത്ത്ഡേ അന്നത്തെ ദിവസം കഴിഞ്ഞ് പോകാമെന്ന്.
വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് പോകാമെന്ന്, ആരും ഇല്ലാതെയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നൊക്കെ ദൈവം നമ്മളെ പഠിപ്പിച്ചു. കാര്യമൊക്കെ ശരി, നല്ല കാര്യം, ആഘോഷിക്കുന്നത് ഞാൻ തെറ്റല്ല പറയുന്നത്, നല്ല കാര്യമാണ് പറയുന്നത്, നല്ലതാ, ചെയ്തോളൂ. പക്ഷേ ഒരു കാര്യം, ഞാൻ വായിച്ച കുറിവാക്യം, ആഘോഷം മാത്രമായിരുന്നില്ല ചട്ടമായത്. ഈ ആഘോഷത്തിൽ നിദാനമായ ഉപവാസവും പ്രാർത്ഥനയും കൂടെ ചട്ടമായി രേഖയാക്കി രാജകീയ ലിഖിതങ്ങളിൽ എഴുതി ചേർക്കുവാൻ അവൻ മൊർദെഖായിയും അവൻ എസ്തേറും മറന്നില്ല. എത്ര പേരെന്ന് പകൽക്കാലം തീരുമാനമെടുക്കും? എന്റെ ജീവിതം കൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും തീരുവാനുള്ളതല്ല. എങ്ങനെയാ ഞാൻ ഇവിടം വരെ വന്നത്? എങ്ങനെ എന്റെ പിതാക്കന്മാരെ ഇവിടം വരെ കൊണ്ടുവന്നത്? ഞങ്ങൾ ഇവിടം വരെ വരുവാൻ എന്റെ പിതാവും മാതാവും എന്താ ചെയ്തത്? അല്ല, ഞങ്ങൾ ഇവിടം വരെ തലമുറകളെ കൊണ്ടുവരാൻ ഞങ്ങൾ എന്താ ചെയ്തത്? അതിനെ ഞങ്ങളുടെ തലമുറകൾക്ക് ഞങ്ങൾ രേഖയാക്കി, ജ്ഞാപകമാക്കി, ചട്ടമാക്കി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കസ്റ്റം സിസ്റ്റമാക്കി, രീതിയാക്കി, ഹല്ലേലൂയ, ഒരു അടയാളമാക്കി മാറ്റി. റീവാന ശംദല റഗമനഗടഗഷ്. ഉപവാസവും പ്രാർത്ഥനയും അന്യം നിന്ന് പോകുന്ന ഒരു തലമുറയിലല്ലേ നാം ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്? ആര് പഠിപ്പിക്കും? ആരാ പഠിപ്പിക്കേണ്ടത്? പാസ്റ്ററാണ് പഠിപ്പിക്കേണ്ടത്? അല്ല, അമ്മയാ പഠിപ്പിക്കേണ്ടത്. അമ്മ ഉപവസിച്ചവരുടെ മുമ്പിൽ മാതൃക കാണിക്കണം. ആ മാതൃക കാണിക്കുന്ന അമ്മ കുഞ്ഞു പ്രായത്തിൽ അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കണം, ചെയ്യിപ്പിക്കണം. ഇവിടെ ഒരു രാജ്യത്തിന്റെ നേതാവായിരിക്കുമ്പോൾ, ഒരുപക്ഷെ നാം ഒരു രാജ്യത്തിന് ഭരണാധികാരി ഇരിക്കുന്നില്ലായിരിക്കാം, എങ്കിലും എന്റെ കുടുംബത്തിന്റെ ഒരമ്മ എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ തലമുറയുടെ ഒരു അത് നേതാവല്ലേ? എത്ര കുഞ്ഞുങ്ങളായിക്കോട്ടെ, അവർക്ക് അമ്മ എന്നുള്ളത് അവരല്ലേ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. ബാക്കി എന്തെല്ലാം നാം നിർബന്ധിച്ചു, പഠിക്കാൻ നിർബന്ധിച്ചില്ലേ? എനിക്കും നിങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസം തലമുറക്ക് നിങ്ങൾ കൊടുത്തോളൂ. നിങ്ങൾ കേരളത്തിലാണല്ലോ, അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങൾ പഠിച്ച സെയിം സ്കൂളിലാണോ നിങ്ങളുടെ തലമുറകളെ വിട്ട് പഠിപ്പിച്ചത്? അതോ ഹയർ എഡ്യൂക്കേഷൻ കൊടുത്തോ? നല്ല സ്കൂൾ നോക്കി കൊടുത്തോ? പക്ഷെ എന്തുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും കൊടുക്കുവാൻ നാം മറന്നുപോയി? ട്യൂഷന് സമയത്തിന് കൊണ്ടുവിടുവാൻ നമ്മൾ മറന്നില്ലല്ലോ. സ്കൂളിൽ സമയത്തിന് വിടുവാൻ നമ്മൾ മറന്നില്ലല്ലോ. പക്ഷെ സൺഡേ സ്കൂൾ എത്രത്തോളം പ്രാധാന്യം നാം കൊടുത്തു? വാക്യം പഠിച്ചോ? എന്തെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ? സൺഡേ സ്കൂൾ പാഠങ്ങൾ അവർ ചെയ്തോ? നിങ്ങൾ നോക്കിയോ? എല്ലാവരോടും അല്ല പറയുന്നത്, എല്ലാവരോടും അല്ല ഞാൻ പറയുന്നത്. ഇന്ന് നാം കരയേണ്ടത് പലതും ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ? ഒരു കാലത്തുണ്ടായിരുന്ന ആത്മീയ നിലവാരം ഇന്ന് നമ്മുടെ ദൈവസഭകൾക്കകത്തുണ്ടോ? ഐക്യതയുണ്ടോ? സ്നേഹമുണ്ടോ? ഒരാരാധന കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആഹാരം എടുത്ത് വെക്കുമ്പോൾ എന്താ നമ്മുടെ സംസാരം? എന്താ നമ്മുടെ തലമുറയ്ക്ക് നാം ജ്ഞാപകമാക്കി മാറ്റി വെക്കുന്നത്? എന്ത് കണ്ടാണ് അവർ വളരേണ്ടുന്നത്? മാന്യമായ വസ്ത്രം ധരിക്കണമെന്നും നഗ്നത വെളിവാക്കാൻ പാടില്ലെന്നും പ്രത്യേകിച്ച് ദൈവാലയത്തിൽ നഗ്നത കാണാൻ പാടില്ലെന്നും ഒക്കെ ദൈവത്തിന്റെ വചനത്തെ ശക്തമായും വ്യക്തമായും കേട്ട് അറിഞ്ഞു പഠിച്ചു വളർന്നു വന്ന ഒരു തലമുറ. പിന്നെ എന്തുകൊണ്ടോ എവിടെയോ മറന്നു പോകുന്ന എന്തുകൊണ്ടോ? ഈ വചനം ഇതുവരെയെങ്കിലും മാറിയോ? ഇന്ത്യൻ ഭരണഘടന പലപ്പോഴും മാറ്റി എഴുതി. ഈ വചനം ഇത്രയും വർഷമായിട്ടും ആരെങ്കിലും ഒരക്ഷരമെങ്കിലും മാറ്റുവാൻ കഴിഞ്ഞോ? ഇത് മാറിയില്ല എങ്കിൽ പിന്നെ ഇതിനകത്തെ പ്രമാണം എങ്ങനെ മാറും? ഉപവാസ പ്രാർത്ഥനയാ. വഴക്ക് പറയുകയല്ല, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയല്ല, പരിശുദ്ധാത്മ പറയുന്നത് മാത്രം പറയുകയോ. ഇന്ന് പകൽക്കാലം ജ്ഞാപകമാക്കി മാറ്റേണ്ടതാ ഉപവാസവും പ്രാർത്ഥനയും. നിങ്ങൾ വ്യക്തമായി വായിക്കണം. 2ാം ലേഖനമായിട്ടാണ് ഈ അബിഹയിലിന്റെ മകളായ എസ്തേർ ഇത് എഴുതുന്നത്. ആദ്യത്തെ ലേഖനമായി സെലിബ്രേഷനെ കുറിച്ച് എഴുതി. അവിടെ കൊണ്ട് തീർക്കാതെ 2ാം ലേഖനം അതേ പ്രാധാന്യത്തോടെ ഈ അബിഹയിലിന്റെ മകളായ അവൾക്കറിയാം അവൾ എവിടുന്നാ വന്നതെന്ന്. അപ്പനും അമ്മയും ഇല്ലാതെ ഒരു പ്രവാസിയായി യാതൊരു യോഗ്യതയുമില്ലാത്തവളെ ഈ പദവിയിൽ കൊണ്ടെത്തിച്ചത് അവളുടെ കസിനായ, അതായത് ചിറ്റപ്പന്റെ മകനായ മൊർദെഖായിയുടെ ഉപവാസവും പ്രാർത്ഥനയുമാ. അതോടൊപ്പം അവളും ഉപവസിക്കുന്നവളായിരുന്നു. ഈ ഉപവാസവും പ്രാർത്ഥനയും അപ്പനും അമ്മയ്ക്കും വേണ്ടി മാത്രം വെച്ചിരിക്കുകയാണോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ ഫോൺ വിളിക്കും, മമ്മി ഇന്ന വിഷയം ഉപവസിക്കണേ, നിനക്കെന്താ പണി? അവളോട് ഉപവസിക്കാൻ പറ്റും, എന്നിട്ട് നീ ഉപവസിക്കണം, രണ്ടുപേരോട് ഉപവസിക്കണം. മൊർദെഖായി ഉപവസിച്ചു, എസ്തേർ ഉപവസിച്ചു.
കൂടമാന ശംദര റിവനഗട ദൈവവേദലെ ദൈവിക പ്രമാണങ്ങളെ, ദൈവവചനത്തിന്റെ വ്യവസ്ഥകളെ, ദൈവവചനത്തിന്റെ നിർമ്മല സത്യങ്ങളെ പ്രമാണമാക്കി, ചട്ടമാക്കി, രേഖയാക്കി തലമുറകൾക്ക് വേണ്ടി കൈമാറട്ടെ. ഉപവാസവും പ്രാർത്ഥനയും ചൂടാവാനക ശംദര റിവനഗടക സിഖമന റിവനഗടക ഹോ റീബാബാന ഹംദ റിഗൽക്കമാനകച്ചസ്. എവിടെയെങ്കിലും നമുക്ക് പാളിച്ച പറ്റിപ്പോയി കർത്താവെ ക്ഷമിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ഏറ്റുപറയുന്നെങ്കിൽ അവന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്ന ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അവൻ കരുണയുടെ ദൈവമാ, കരുണയുടെ ദൈവമാ. കാരണം അവൻ കുറവുകളെ വെളിപ്പെടുത്തി. എന്തിനെന്നറിയാമോ? എനിക്കും നിങ്ങൾക്ക് വേണ്ടി വലിയ വിടുതല് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വലിയ വിടുതല് ദൈവം വെച്ചിട്ടുണ്ട്. അവൻ എന്റെ പകുതി ഭാഗമേ പറഞ്ഞുള്ളല്ലോ. ഹല്ലേലൂയ. അടുത്ത് ഞാൻ പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയും ചട്ടവും രേഖയാക്കി ദൈവം പറയുന്ന അനുസരിച്ച് നാം നിൽക്കുമ്പോൾ, ആമേൻ, നാം ചിലതിനെ രേഖയാക്കി, നാം ചിലതിനെ അടയാളമാക്കി വെക്കുമ്പോൾ നമുക്ക് വേണ്ടിയും ചില അടയാളങ്ങളെ ചെയ്യുന്നൊരു ദൈവത്തെ കുറിച്ചും കൂടെ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഭാഗം മാത്രമല്ല ഞാൻ പറഞ്ഞത്, അടുത്ത ഭാഗം കൂടെ പറയാനാ വരുന്നത്. സമയക്കുറവിന് വേഗത്തിൽ ഓടിക്കൊള്ളാം. ഹല്ലേലൂയ. നോഹയെ എനിക്ക് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ഒറ്റ വാക്കിൽ പറയാം. 120 വർഷം പ്രസംഗിച്ചു. 120 വർഷം പ്രസംഗിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ കാരണം ആ തലമുറയിൽ പിന്നെ ആ ദൂത് തന്നെ വരുന്നത്. ആ തലമുറ ഏത് തലമുറ? വഷളത്വം നിറഞ്ഞ, പാപം നിറഞ്ഞ, അഹങ്കാരം നിറഞ്ഞ, അധാർമ്മികത നിറഞ്ഞ, ഏറ്റവും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പോലെ അനുലപിക്കുമാർ ദൈവത്തെ കൊണ്ട് കോപം ജ്വലിപ്പിച്ചതായ ആ തലമുറയിൽ നോഹ ആരായിരുന്നു? നീതിമാനും നിഷ്കളങ്കനും ആയിരുന്നു. മാത്രമല്ല ദൈവത്തിന്റെ പ്രസാദം കൂടി ലഭിച്ചവനായിരുന്നു. ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നവനോട്, ആമേൻ, ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നവരോട് ദൈവത്തിന് ചില കാര്യങ്ങളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കർത്താവേ, എന്റെ കൂട്ടുകാര് അല്ലെങ്കിൽ എന്റെ മറ്റുള്ളവരൊക്കെ ചെയ്തതുപോലെ ഒന്നും ഞാൻ ചെയ്യാതെ കൊച്ചുനാള് മുതൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു ഉപവസിച്ച് പ്രാർത്ഥിച്ച് യാതൊരു തെറ്റിലും പോകാതെ ഒക്കെയാ ഞാൻ ജീവിച്ചു വന്നത്. പക്ഷെ ഇപ്പം മറ്റുള്ളവർക്ക് ആർക്കും ചില പ്രതികൂലത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ഇവിടെ നോഹയെ കൊണ്ട് ദൈവം പറയുക, നീ കാര്യമൊക്കെ ശരി, എനിക്കിതിനെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ചില കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം ചിലതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നെങ്കിൽ ആ ചെയ്യിപ്പിക്കുന്നതിനകത്ത് വേറെ വാക്കുകൂടെ പറയണം. നോൺ പ്രോഫിറ്റബിൾ. ഒരു പ്രോഫിറ്റും ഇല്ല ഇതിനകത്ത്. 120 വർഷം പ്രസംഗിക്കാൻ പറഞ്ഞു. 120 വർഷം പ്രസംഗിച്ചു. ഒരാൾ പോലും മനസാന്തരപ്പെട്ടില്ല. അടുത്തത് പ്രസംഗിക്കുക മാത്രം പോരാ, വീട്ടിനകത്ത് പണിയും കൂടെ നടത്തണം. എന്തുവാ? പെട്ടകം ഉണ്ടാക്കണം. പെട്ടകം ഉണ്ടാക്കണം. തടി ആരുടെ? നീ തന്നെ കണ്ടെത്തിക്കോണം. ഈ പണിക്കാരുടെ ജോലി കൂലി ആര് കൊടുക്കണം? നീ തന്നെ കൊടുത്തോണം. പക്ഷെ പ്ലാൻ ആരുടെയാ? എന്റെ. അങ്ങനെ പ്ലാൻ ദൈവത്തിന്റെയാ, പണി പക്ഷെ ഞാൻ തന്നെ ചെയ്യണം. പിന്നെ പുറത്തു പോയി പ്രസംഗിക്കുകയും വേണം. ഇത് രണ്ടും ഒരുപോലെ ചെയ്യണം. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാറില്ലേ? നാം ദൈവത്തോട് ചോദിക്കാറില്ലേ, ഇതെന്താ ഇങ്ങനെയൊക്കെ? ഇതിനെക്കുറിച്ചൊരു ഐഡിയ ആയിട്ടുണ്ടോ? അതും ഇല്ല. ഈ പെട്ടകം എന്തുവെന്നറിയാൻ അറിയത്തില്ല. അതുപോലെ പ്രസംഗിക്കാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മഴ വരാൻ പോകുന്നത്. മഴ എന്നൊരു കാര്യം കണ്ടിട്ടില്ല, ഒരു പുസ്തകത്തിലും വായിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ദൈവത്തിന്റെ വചനം വായിച്ചിട്ടാണ് ഞാൻ അതിനകത്തൊരു അറിവുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് എവിടെ നിന്ന് അറിവ്? എന്തറിവ്? അന്ന് ഗൂഗിളൊന്നും ഇല്ല, സെർച്ച് ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അന്നന്ന് ലഭിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് അനുസരിച്ച് പണിയുക. പക്ഷെ എന്താ പണിയിലെന്ന് അറിയത്തില്ല, എന്തിനാ പണിയിലെന്ന് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ദൈവം പറഞ്ഞ ചില കാര്യങ്ങളെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. യാതൊരു അധ്വാനത്തിനും കുറവില്ല, ഉപവാസത്തിന് കുറവില്ല, കണ്ണുനീരിന് കുറവില്ല, പ്രാർത്ഥിക്കുന്നതിന് കുറവില്ല, ആരാധിക്കുന്നതിന് കുറവില്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന് കുറവില്ല, വേല ചെയ്യുന്നതിന് കുറവില്ല. പക്ഷേ പ്രോഫിറ്റ് എന്ന് പറയാൻ ഒന്നുമില്ല. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഫുൾ കാലിയാണ്. വ്യക്തിപരമായ ജീവിതത്തെ ഒന്നെടുത്തു വെച്ച് നോക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ ലാഭം എന്ന് പറയുവാൻ ഒന്നുമില്ല. പക്ഷേ അനങ്ങാതിരിക്കുന്നുണ്ടോ? ഇല്ല. പണിയുണ്ട്. പ്രസംഗിക്കുന്നുണ്ട്. രണ്ടും ഒരുപോലെ കൊണ്ടുപോകും. നഷ്ടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. റീബനഗട വശുത്താത്മാവ് ഇടപെടുന്നവരുടെ ദൂതനെ ഏറ്റെടുത്തുകൊള്ളണം. റീഖമനക ശംദൽഖമനകസി ആദാ രഗനഗടക ഷൗഡൽ പ്രൗഢമനഗടകശസിയ അംദർഖമന ഉണ്ടാക്കുന്ന പെട്ടകമാ. അവൻ ആർക്ക് എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. അവൻ ദൈവം പറഞ്ഞ അളവിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം പറഞ്ഞു, പെട്ടകത്തിന്റെ പണി
പണി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീയും നിന്റെ കുടുംബമായിട്ട് അങ്ങ് കയറിക്കൊള്ളാൻ പറഞ്ഞു. ഓ ഹല്ലേലൂയ. വേറെ ആരും കയറിയില്ലെങ്കിലും ആ കുടുംബത്തെ കൊണ്ട് കയറുവാനുള്ള ഭാഗ്യം ആമേൻ നോഹയ്ക്ക് ദൈവം കൊടുത്തു. റീബാന ശംദൽ കമനഗഡഗസി. ഓ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ പെട്ടകവുമായി ആ പെട്ടകത്തിലേക്ക് താനും തന്റെ മക്കളും അവരുടെ ഭാര്യമാർ 8 പേരടങ്ങുന്ന കുടുംബം കയറിയിട്ടോ ഹല്ലേലൂയ, ദൈവം തന്നെ വന്നിട്ട് വാതിലും അങ്ങ് അടച്ചു. വാതിലടച്ചപ്പോ വിചാരിച്ചു സ്വസ്ഥമാണ് ഇവിടെ അങ്ങനെ ഇരിക്കാമെന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ വാതിലടച്ചപ്പോഴാണ് അടുത്ത വെള്ളം തുറന്നു വിട്ടു. ആകാശത്തിന്റെ വെള്ളം തുറന്നു, താഴെ ഭൂമിയിൽ ആഴിന്നുള്ള വെള്ളവും തുറന്നു. രണ്ട് സൈഡും ഒരുപോലെ വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഓ റീബാനാക ശംദൽക്കമനഗഡഗസ്യ. വെള്ളം ഇങ്ങനെ പൊങ്ങുന്നതിനനുസരിച്ച് പെട്ടകവും പൊങ്ങിക്കൊണ്ടേ ഇരിക്കുക. വെള്ളമായപ്പോ പെട്ടകത്തെ നിയന്ത്രിക്കുന്നത് നോഹയുടെ കഴിവിനോ നോഹയുടെ മിടുക്കിനോ നോഹയായി പെട്ടകം ഉണ്ടാക്കിയത് കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഇപ്പം വെള്ളമാ പെട്ടകത്തെ നിയന്ത്രിക്കുന്നത്. വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് പെട്ടകം പൊങ്ങിക്കൊണ്ടേയിരിക്കുക. പ്രതികൂലത്തിന്റെ മുകളിൽ കൂടെ ചാഞ്ചാടി നടക്കുന്നവര് പ്രതികൂലമാ നിന്നെ ദിവസം നിയന്ത്രിക്കുന്നത്. ഒരു രോഗം മാറുമ്പോൾ അടുത്ത രോഗം, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, അടുത്ത പ്രതിസന്ധി കഴിയുമ്പോൾ അടുത്ത പ്രതിസന്ധി, ഒരു പ്രയാസം കഴിയുമ്പോൾ അടുത്ത പ്രയാസം, ഒരു നിന്ന കഴിയുമ്പോൾ അടുത്ത നിന്ന. ഇങ്ങനെ ചില വർഷങ്ങളായി പ്രതികൂലങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട് പോവുകയാണെന്ന് ഞാനും നിങ്ങളും ധരിച്ചു വെച്ചെന്നാൽ ഇന്ന് പകൽക്കാലം ആത്മബോധം പറയട്ടെ, പ്രതികൂലമല്ല നിന്നെ നിയന്ത്രിക്കുന്നത്. ആ പ്രതികൂലത്തിന്റെ മേൽ നിർത്തുന്ന ഒരു ദൈവമാ എന്നെയും നിന്നെയും ഇതുവരെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും പോയി നോഹ വാതിലിന്റെ അടുക്കൽ പോയി തുറക്കാൻ ശ്രമിച്ചു കാണും. പക്ഷേ ദൈവം അടച്ചതിനെ ആർക്ക് തുറക്കാൻ കഴിയും? മതി കർത്താവെ, മതി. എത്ര പ്രാവശ്യം നമ്മൾ വെച്ചത് മതി, ഇനി എന്നെ കൊണ്ടൊക്കത്തില്ല, മതി, ഞാൻ തുറന്നിറങ്ങാൻ പോവുക, വെള്ളമെങ്കിൽ വെള്ളം ചാടാൻ പോവുക, ഇനി മതി എന്ന് പറഞ്ഞ് മതി പ്രാർത്ഥിച്ചത്, മതി ഉപയോഗിച്ചത്, മതി കരുത്, മതി എന്ന് പറഞ്ഞ് എത്രയോ തവണ നാം വാതിലിന്റെ അടുക്കൽ പോയി വാതിലെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെ തുറക്കാനാ? അടച്ചത് ദൈവമല്ലേ. എന്നെ എന്തിനേയും അടച്ച് ഒരു പെട്ടകത്തിനകത്താക്കി വെച്ചിരിക്കുന്നു എങ്കിൽ ഓ റീബാന ശംദൽ ഖമനഗഡഗസി അംദർഖം. ആത്മാവിന്റെ പകൽക്കാലം പറയട്ടെ, ഇതൊരു 10ാം മാസമാണല്ലോ. 600 വർഷം 10ാം മാസമായപ്പോഴത്തേക്ക് വെള്ളം കുറഞ്ഞു തുടങ്ങി. ആത്മാവിൻ ദൂതായി പറയട്ടെ, എന്റെ നിന്റെയും ജീവിതത്തിലെ വെള്ളങ്ങളെ കുറഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുക. റീഗമനപരം നീ അറിഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. ആകാശം അടച്ചു കഴിഞ്ഞു, ഭൂമിയുടെ ഉറവും അടച്ചു കഴിഞ്ഞു. റീബന നീ അകത്തിരിക്കുന്നുണ്ട്, മനസ്സിലാകുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ദൈവം തന്നെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി കഴിഞ്ഞു. ആകാശത്തെ ദൈവം അടച്ചു കഴിഞ്ഞു, ഭൂമിയുടെ വെള്ളത്തെ ദൈവം അടച്ചു കഴിഞ്ഞു. വെള്ളം കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. നിന്നെ മുക്കിക്കൊണ്ടിരുന്ന പ്രതികൂലങ്ങളോട് ദൈവം സ്റ്റോപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു. ഇനി നിന്നെ പുറത്തിറക്കേണ്ട സമയത്തിലേക്ക്, നിന്നെ പുറത്തിറക്കേണ്ട തീരത്തിലേക്ക് ഓ റീബാബ നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉന്നതമായ ഒരു ഉയരത്തിലേക്ക് സ്വർഗം നിന്റെ പെട്ടകത്തെ നയിച്ചുകൊണ്ടിരിക്കുക. വെള്ളമാണ് എന്നെ നിയന്ത്രിച്ചതെന്ന് അതുവരെ കരുതിയിരുന്ന നോഹേ, നിന്റെ കരുതലെല്ലാം തെറ്റിപ്പോയി. ദൈവമാ നിന്നെ നിയന്ത്രിച്ചത്. സ്വർഗം നിന്നെ ഏറ്റവും ഉന്നതമായ ആരാറത്ത് പറഞ്ഞ പല പർവ്വതങ്ങളും കണ്ടപ്പോൾ ഇവിടെ എങ്ങാനും ഉറച്ചെങ്കിൽ, അയ്യോ ഇവിടെ അങ്ങ് നിർത്തിയെങ്കിൽ എത്രയോ തവണ നോഹ വിചാരിച്ചു കാണും. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്റെ ദൈവം തീരുമാനിച്ച ഒരു പർവ്വതമുണ്ട്. അതൊരു സാധാരണ പർവ്വതമല്ല. അന്നത്തെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഉന്നതമായ ഒരു പർവ്വതത്തിൽ ഞാനും നീയും ആഗ്രഹിക്കുന്ന അളവിൽ നിർത്തുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആർക്കും കടന്നു പോകാൻ കഴിയാത്ത ചില പ്രതികൂലം നീ കടന്നു പോകുന്നത്, പ്രതിസന്ധിയോടെ നീ കടന്നു പോകുന്നത്. നീ അനുസരിക്കാഞ്ഞിട്ടല്ല, നീ നീതിമാനാകാതിരുന്നിട്ടല്ല, നീ വിശ്വാസനാകാതിരുന്നിട്ടല്ല, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രീതി നിനക്ക് ലഭിക്കാഞ്ഞിട്ടുമല്ല. എന്തുകൊണ്ടെന്നറിയാമോ? എന്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്നെ എവിടെ നിർത്തണമെന്ന് അവിടെ നിൽക്കേണ്ട സമയമാകുമ്പോൾ 601 സംവത്സരം 2ാം മാസം 27ാം തീയതി ആയപ്പോൾ ദൈവം നോഹയോട് പറഞ്ഞു, പുറത്തിറങ്ങ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിലൂടെ പുറത്തിറങ്ങുവാൻ കൽപ്പിക്കുകയാ. നീ പുറത്തിറങ്ങേണ്ട സമയമായി, ഞാൻ പുറത്തിറങ്ങേണ്ട സമയമായി. മതി അടച്ചിട്ടുള്ളത് ദൈവം അടച്ചു എങ്കിൽ
ദൈവം അടച്ചു. എല്ലാം അടയ്ക്കുന്ന പിശാചല്ല, ഇതെല്ലാം അടയ്ക്കുന്ന പിശാചല്ല. ദൈവം എന്നെ നിന്നെ അടച്ച് അകത്തിരുത്തിയെങ്കിൽ ദൈവം ഒന്ന് തുറക്കും. ദൈവം തുറന്നാൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്താണ് ദൈവം കൊണ്ട് നിർത്തുന്നത്. ഹല്ലേലൂയ. സമയം ഇവിടെ തീർന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭാഗം മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. ഞാൻ നിർത്തിക്കൊള്ളാം. ഹല്ലേലൂയ. എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. അതെ, നിർത്തിയതിനു ശേഷം ഹല്ലേലൂയ അവരോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. അതല്ലല്ലോ എന്റെ വിഷയം. ഹല്ലേലൂയ. ദൈവം അവരോട് ചെയ്ത അടയാളങ്ങൾ 9-ാം അധ്യായം വേഗത്തിൽ എടുത്തിട്ട് വേഗത്തിന് വാക്യം മാത്രം പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ഹല്ലേലൂയ. 11-ാം വാക്യം മുതൽ. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. പിന്നെയും ദൈവം അരുളി ചെയ്ത്, ഞാനും നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാവിത്. ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന്റെ അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെ നശിപ്പിക്കാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. വില്ല് മേഘത്തിൽ ഉണ്ടാകും. ദൈവം ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് ഒരടയാളമെന്ന് ദൈവം നോഹയോട് അരുളി ചെയ്തു. ഓ, ദൈവം നോഹയ്ക്ക് വേണ്ടി ഒരടയാളം. അതെവിടെയാ വെച്ചെന്നറിയാമോ? ആകാശത്തിൽ. ഇന്ന് ഞാനും നിങ്ങളും നോക്കുമ്പോൾ ഒരു മഴവില്ല് കാണുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അന്ന് ദൈവം നോഹയോട് ചെയ്ത അടയാളം മാത്രമല്ല, ദൈവം അതിനെ നോക്കുന്ന പറയുന്നത്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച് പിന്നീട് വായിക്കണം. പ്രിയമുള്ളവരെ, സമയം തീർന്നുകൊണ്ട് നിർത്തുകയാ. ദൈവം അതിനെ നോക്കും. എനിക്കും നിനക്കും വേണ്ടി ചെയ്യാൻ പറ്റുന്ന ദൈവിക നന്മകളെ കണ്ടിട്ട് അത് സകല ജഡവും കാണും, നോഹയും കാണും. മാത്രമല്ല ദൈവവും അത് കാണും. ദൈവം നിയമവും ചെയ്ത് അടയാളം ചെയ്തു. അതുകൊണ്ടാണ് 50-ാം സംഗീതത്തിൽ പറഞ്ഞ്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. ഹല്ലേലൂയ. ഞാൻ 2-3 ഭാഗങ്ങൾ പറയാനുണ്ടായിരുന്നു. ആ വാക്കുകളെ മാത്രം പറഞ്ഞാൽ പൊക്കോളാം. അഹരോന്റെ വടി അവൻ മത്സരങ്ങളുടെ മുൻപിൽ ദൈവം ഒരു അടയാളമാക്കിയിട്ട് ഹല്ലേലൂയ നിയമത്തിന്റെ പെട്ടകത്തിനകത്ത് ഇട്ട് വെക്കുവാൻ പറഞ്ഞപ്പോൾ അവൻ അഹരോന്റെ വടിയെ ദൈവം മറന്നില്ല. അവൻ മണ്ണിട്ട് വെച്ച പൊൻപാത്രവും അവൻ നിയമത്തിന്റെ കൽപ്പനയുടെ കൂട്ടത്തിൽ 3-ാമതായി പറഞ്ഞത് അഹരോന്റെ തളിർത്ത വടിയ. ചില മത്സരികളുടെ മുമ്പിൽ ദൈവം എന്നെയും നിന്നെയും ഒരു അടയാളമാക്കി വെക്കും. ഹല്ലേലൂയ. അവിടെയൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ട കാര്യമാ. പറഞ്ഞിട്ട് മുൻപോട്ട് പോകട്ടെ. അത് മാത്രമല്ല, ഹല്ലേലൂയ, യോർദാനെ കവിഞ്ഞവനെ, യോർദാനിൽ നീ ചവിട്ടിയിട്ട് നീ നിന്ന സ്ഥലത്ത് നിന്നും 12 കല്ലെടുത്ത് വെച്ച് എന്തിനാ? തലമുറയ്ക്ക് ഒരു അടയാളമാക്കി. ഹല്ലേലൂയ. ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തട്ടെ, നമുക്ക് വേണ്ടി അടയാളമായി ഇന്നും കാൽവരി ക്രൂശിന് കാൽവരി ക്രൂശിൽ നിൽക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറ അടയാളമായി എന്റെ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്താണ് അടയാളം കാണിക്കുന്നത്? നിയമവും പുരോഹിതന്മാരും മതവും ശാസ്ത്രവും എല്ലാം ഒരുപോലെ എത്രത്തോളം എതിർത്താലും ആരെല്ലാം എതിർത്താലും അവൻ ഒതുക്കുവാൻ കഴിയത്തില്ല. മരണം കൊണ്ട് ഒതുക്കുവാൻ കഴിയത്തില്ല. ഹേ മരണമേ, നിന്റെ ജയം എവിടെ ചോദിച്ചുകൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും വിധി എഴുത്തുകളെ അവർക്ക് അത് ക്യാൻസൽ ചെയ്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് തുറക്കപ്പെട്ട വിജയത്തിന്റെ കല്ലറ ഇന്നും അടയാളമായി യെരൂശലേമിൽ ഇസ്രായേലിൽ കിടക്കുന്നുണ്ടോ എങ്കിൽ എന്റെയും നിങ്ങളുടെ ഉറപ്പാണ് എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ അടയാളം. എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ഇനി എത്രയെല്ലാം പ്രതിസന്ധി, ഇനി എത്രയെല്ലാം പീഡനം, ഇനി ഏതെല്ലാം യുദ്ധം, കൊടുങ്കാറ്റോ ഭൂകമ്പോ ക്ഷാമമോ എന്തും വന്നുകൊള്ളട്ടെ, ഈ ശരീരത്തെ മാത്രമേ ഈ ലോകത്തിന് കൊല്ലുവാൻ കഴിയുകയുള്ളൂ. ഈ ആർക്കും കൊല്ലുവാൻ കഴിയാത്തൊരു ആത്മാവ് എന്നിലുണ്ട്. അത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ കാഹളം ധ്വനിക്കുന്ന നാളിൽ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആത്മാവിനാൽ ഞാനും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിന്റെ വ്യക്തമായ സാക്ഷി അടയാളമാണ് തുറക്കപ്പെട്ട കല്ലറ. നിന്റെ ഏത് പ്രതികൂലത്തിലും തിരിഞ്ഞു നോക്കുവാൻ മുൻപോട്ട് നോക്കുവാൻ ഒരിടം, തുറക്കപ്പെട്ട കല്ലറ. യേശു അടയാളമാക്കി ബാക്കി വെച്ചിട്ട് പോയതാ തുറക്കപ്പെട്ട കല്ലറ. ഒന്നിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല. പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നിനും നിന്നിനും ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും ഒരു നിയമത്തിനും ഒരു മതത്തിനും ഒരു രാഷ്ട്രീയത്തിനും എന്നെ നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല എന്ന് ആത്മാവിനെ ഏറ്റുപറയട്ടെ. ഇന്ത്യൻ ചർച്ചസിന് ആത്മാവിനെ കൽപ്പിച്ചാട്ടെ പ്രിയമുള്ളവരെ. റീഖമാന ശംദാര രഗദ രഗദ
അത് കാണിക്കുന്നത് അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞാനും ഉയർത്തെഴുന്നേൽക്കും. എനിക്ക് തന്ന സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഹല്ലേലൂയ, ചുരുക്കത്തിൽ അവിടെ നിർത്തുക പ്രിയമുള്ളവര്. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞ ദൂതയെ ഒന്ന് സംക്ഷിപ്തമായി പറഞ്ഞുകൊള്ളട്ടെ. എത്ര പേർക്ക് ഒരു മോശയെ പോലെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും? എന്നെ പിന്തുടർന്നവനെ വിടുതൽ മാത്രമല്ല ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഒരു എരിഹോ ശപഥം ചെയ്ത് അവിടെ നിർത്തി. ഒരു രേഖയാക്കപ്പെട്ട ഉപവാസവും പ്രാർത്ഥനയും. ആമേൻ. ദൈവത്തിന് വേണ്ടി നിന്നവനെ അടയാളമാക്കി നിർത്തിയ നോഹയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത ഒത്തിരി അടയാളം അവിടെ നിന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സമയം അങ്ങ് പോയി. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ പിന്നീട് ഈ വചനമെല്ലാം ഒന്ന് വായിക്കണം. എന്തായാലും റെക്കോർഡിംഗ് ഉണ്ടല്ലോ. ഹല്ലേലൂയ. നിങ്ങളൊന്നുകൂടെ കേൾക്കണം. ഹല്ലേലൂയ. ശംദര അറിമനഘടക ശൈഡമനഘട ഒരു മത്സരികൾക്ക് അടയാളമാക്കി മാറ്റിയ അഹ്റോന്റെ തളിർത്ത വടി. ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും മാത്രമല്ല 12 കൊട്ട ബാലൻസ് ശേഷിപ്പിച്ച എന്റെ കർത്താവ് പോയത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. തുറക്കപ്പെട്ട ഒരു കല്ലറ, തുറക്കപ്പെട്ട കല്ലറ, അതാണ് ഏറ്റവും എന്നെ സന്തോഷിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം തുറക്കപ്പെട്ട കല്ലറയുടെ മുമ്പിൽ നമുക്ക് വിശ്വാസത്തോടെ ധൈര്യത്തോടെ എല്ലാ പ്രതിസന്ധികളെയും സധൈര്യം നേരിടുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഉപവാസവും പ്രാർത്ഥനയും അനുഗ്രഹിക്കപ്പെടട്ടെ. രേഖയാക്കപ്പെട്ട ഉപവാസമായി തീരട്ടെ. അനുഗ്രഹമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ഇത്രത്തോളം സമയം